എല്ലാ വെള്ളിയാഴ്ചയും. കാരണം ഒരു വെള്ളിയാഴ്ചയെ ലോകം അവസാനിക്കാതെ എന്താണെന്നറിയില്ല. ആ പേടിയില്ലാത്ത ആകെ 2 വർഗം, ഒന്ന് നമ്മളും ഒന്ന് നമ്മുടെ സഹോദര വർഗമാകുന്ന ഭൂതവർഗം, ജിന്നുവർഗം പോലെ. ബാക്കി എല്ലാത്തിനും പേടിയാ. കാരണം ആ വെള്ളിയാഴ്ച ഇന്നാണോ അറിയില്ല. നമുക്ക് പിന്നെ അങ്ങനത്തെ ഒരു ചിന്തയില്ലാതെ ഇങ്ങനെ നമ്മൾ ഓടി നടക്കേ. പക്ഷെ ഈ ലോകാവസാനം ഒരു ചെറിയ വിഷയമല്ല പ്രിയപ്പെട്ടവരെ. ദേ ആകാശത്തിന്റെ മുകളിലായി അള്ളാഹുവിന്റെ അർശിന്റെ ഓരത്ത് പടച്ചറബിന്റെ വെളിയാളത്തിന് വേണ്ടി കാതുകൂർപ്പിച്ച് കാത്തിരിക്കുന്ന ഒരു മലക്കുണ്ട്, സ്വാഹിബ് സൂർ ഇസ്രാഫീൽ. എന്താ ഈ മലക്കിന്റെ പണി? ആ മലക്കിന്റെ മുമ്പിലുണ്ട് സൂറെന്ന കാഹളം. നമ്മളെ ഈ മൈക്രോഫോൺ പോലെയെന്നൊന്നും കരുതരുത് കേട്ടോ. അതൊരു ലോകമാണ്. നാൽക്കാലികളുടെ കൊമ്പ് പോലെ രൂപാന്തരപ്പെട്ടിരിക്കുന്ന ഒരു ലോകം. ഈ ലോകത്തിലേക്ക് ഊതാൻ അള്ളാഹുടെ ഒരു കൽപ്പന വരും. അതിനുവേണ്ടി കാത്തിരിക്കേ. ഈ കൽപ്പന വരുന്നതോടുകൂടി ഇസ്രാഫീൽ അലൈഹിസ്സലാം ഭൂ എന്നും പറഞ്ഞൊരു ഊതൽ ഊതുന്നൊന്നും വിചാരിക്കരുത്. അത് മലക്കിന്റെ ഒരു ഊതല. അത് എന്ത് ഊതലാന്നൊന്നും നമുക്കറിയില്ല. ആ ഒരൊറ്റ ഊതൽ കഴിയുന്നതോടുകൂടി ഒരൊറ്റ വെള്ളിയാഴ്ചയുടെ ഒരു മൈക്രോ സെക്കൻഡ് കൊണ്ട് ആനച്ചലും കടുവാപ്പള്ളിയും ചിറയും കീഴും നാവായിക്കുളവും എല്ലാം കൂടെ ടക്ക ടക്കയെന്ന് പറഞ്ഞ് പൊട്ടി തകർന്നു എന്നാ ലോകാവസാനം. അങ്ങനെയൊന്നും അല്ല. ഇസ്രാഫീൽ സൂറെന്ന കാഹളത്തിൽ ഊതി കഴിഞ്ഞാൽ 1 വർഷം അതിന്റെ ഭീകരത ഈ ലോകത്തുണ്ടാവുന്ന ഈ പ്രപഞ്ചം അത് അനുഭവിക്കും. 1 വർഷം അതിന്റെ ഭീകരത, അതിന്റെ ഭീഭത്സത, അതിന്റെ സംഹാരിത, അതിന്റെ താണ്ഡവ നൃത്തം, ഇത് 1 വർഷത്തോളം ഫിത്നയായി ലോകത്തിങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കും. 1 വർഷം. അല്ലാതെ ഇസ്രാഫീൽ ഒരു ഊതൽ ഊതുമ്പോഴേക്ക് ഇതെല്ലാം തീർന്നു എന്ന് കരുതേണ്ട പ്രിയപ്പെട്ടവരെ. അതൊരു വല്ലാത്ത സംഭവോ. അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ വഖൈറുൻ അമല ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا. സൂറത്തുൽ കഹ്ഫ് പഠിപ്പിക്കല്ലേ? ഒരുപാട് ആയത്തുകളുണ്ട് സൂറെന്ന കാഹളത്തിൽ. ഇസ്രാഫീൽ ഊതിക്കഴിഞ്ഞാൽ പിന്നെ എന്താ നടക്കുക? ഞാൻ 1-2 ആയത്ത് മാത്രം പറയാം. കാരണം മഹ്ശർ എന്ന വിശാലതയിലേക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് എത്തേണ്ടതുണ്ട്. എന്നാലും അതിന്റെ ഭീകരത ഒരല്പം ഒന്ന് മനസ്സിലാക്കിക്കോ. സൂറെന്ന കാഹളത്തിൽ ഇസ്രാഫീൽ ഊതുന്നതോടുകൂടി ലോകത്തിന് എന്താ പറ്റുക എന്ന് നോക്ക് പ്രിയപ്പെട്ടവരെ. യൗമ തകൂനുസ് സമാഉ കൽ മുഹ്ൽ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയേ, സൂറെന്ന കാഹളത്തിൽ ഇസ്രാഫീൽ ഊതുന്നതോടുകൂടി ഈ ആകാശത്തിന്റെ കൺട്രോള് നമ്മൾ അറുത്ത് കളയും നബിയേ. നമ്മൾ പിൻവലിച്ച് കളയും നബിയേ. അതോടുകൂടി ആകാശം ഉരുകി ഒഴുകുന്നു. ഒരു ലോഹമുരുകുന്നത് പോലെ ഉരുകുന്നു. ഈ ഭൂമിയെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന പർവ്വതങ്ങളൊന്നാകെ കേവലം പഞ്ഞിക്കട്ടകൾ അന്തരീക്ഷത്തിലൂടെ പറക്കുന്നത് പോലെ ഈ വലിയ പർവ്വതങ്ങൾ അന്തരീക്ഷത്തിലൂടെ പറക്കുന്നു. അബൂറബീന്റെ വാക്കല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറയെ. ചിന്തിച്ചു നോക്ക് സഹോദര. എവറസ്റ്റ് കൊടുമുടിയടക്കമുള്ള ഹിമാലയ സാനുക്കൾ അടക്കമുള്ള ഈ പർവ്വത സമുച്ചയങ്ങൾ ഒന്നാകെ അന്തരീക്ഷത്തിലൂടെ പഞ്ഞിക്കട്ടകളെ പോലെ പറക്കാൻ തുടങ്ങിയാൽ ഭൂമി അനുഭവിക്കുന്ന കാറ്റിന്റെ ശക്തി എത്രയാ? ഈ പ്രപഞ്ചം അനുഭവിക്കുന്ന കാറ്റിന്റെ ശക്തി എത്രയാ? വലാ യുസ്അലു ഹമീമുൻ വലാ യസ്അലു ഹമീമുൻ ഹമീമാ. അങ്ങനെ ആകാശം പൊട്ടിത്തകർന്നുകൊണ്ടിരിക്കുമ്പോ, പർവ്വതങ്ങൾ പോലും തമ്മിലിടിച്ചുകൊണ്ട് തകർന്നു പൊട്ടിക്കൊണ്ടിരിക്കുമ്പോ ഒരു ബാപ്പയും സ്വന്തം മകളെ അന്വേഷിക്കൂല. വെള്ളിയാഴ്ച, അന്നത്തെ വെള്ളിയാഴ്ച ഒരു മാതാവും സ്വന്തം മകളെ അന്വേഷിക്കൂല. ഒരു ഭർത്താവും സ്വന്തം ഭാര്യയെ അന്വേഷിക്കൂല. ഒരു സഹോദരനും സ്വന്തം സഹോദരിയെ അന്വേഷിക്കില്ല. ഒരു മഹല്ലുകാരും ഇമാം ഉസ്താദിനെ അന്വേഷിക്കില്ല. ഒരു ഇമാം ഉസ്താദും മഹല്ലുകാരെ അന്വേഷിക്കൂല. ആർക്കും ആരെയും അന്വേഷിക്കാൻ മനസ്സ് പക്വപ്പെടൂല. എല്ലാരും പേടിയില, എല്ലാരും വേദനയില, എല്ലാരും ഭയത്തില. ഇദ ശംസു കുവ്വിറത് വഇദൻ നുജൂമു قدرت
وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت وإذا النفوس زوجت. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയേ, അല്ലാഹുവിന്റെ വാക്കുകളാ പ്രിയപ്പെട്ടവരെ. സൂറന്ത കാഹളത്തിൽ ഇസ്രാഫീൽ ഊതുന്നതോടുകൂടി ഇദശംസു കുവ്വിറത്ത്, ഇദശംസു കുവ്വിറത്ത്, ഈ കത്തിജ്വലിക്കുന്ന സൂര്യൻ കെട്ടടങ്ങി പോകുന്നു, ഒരു വിളക്കളയുന്നത് പോലെ അണഞ്ഞു പോകുന്നു, എന്നിട്ടത് തകർന്നു വീഴുന്നു. വഇദൻ നുജൂമുൻ ഖദറത, അമ്പിളിമാമനും അതുപോലെ തന്നെ ആകാശലോകത്തെ നക്ഷത്രങ്ങളൊന്നാകെ ഉതിർന്നു വീഴുന്നു, തകർന്നു പൊട്ടുന്നു. വഇദൽ ജിബാലു സുയ്യിറത, ഭൂമിയിലെ പർവ്വതങ്ങളൊന്നാകെ സഞ്ചരിക്കുന്നു, അന്തരീക്ഷത്തിലൂടെ പറക്കുന്നു. വഇദൽ ഇശാറു ഉത്തിലത, അങ്ങനെ ഭൂമി സംഹാരിതമായി മാറുമ്പോ എന്റെ പെങ്ങളെ, സ്വർണത്തെ നെഞ്ചോട് ചേർക്കാൻ നിനക്ക് കഴിയൂല മോളെ. എന്റെ യുവാവേ, പണവും ബിസിനസ്സും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അന്ന് നിനക്ക് കഴിയൂല പൊന്നുമോനെ. നിധികളും ആഭരണങ്ങളും സമ്പത്തുകളും അതുപോലെ തന്നെ സൂക്ഷിപ്പ് വസ്തുക്കളൊന്നാകെ മനുഷ്യന്മാര് വലിച്ചെറിയുന്നു, അതിന് മാത്രം ഭയം കയറുന്നു. വഇദൽ വുഹൂശു ഹുശറത, മനുഷ്യന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന വന്യമൃഗങ്ങളില്ലേ, ഉൾക്കാടുകളിൽ ജീവിക്കുന്ന ഹിംസ്ര ജന്തുക്കൾ, ആ ജന്തുക്കൾ പോലും മൃഗങ്ങൾ പോലും മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി വരുന്നു, എന്നിട്ട് മനുഷ്യർക്കിടയിലൂടെ ഉഴുതി നടക്കുന്നു. എന്തിനാന്നറിയുമോ? മനുഷ്യന്റെ ഇറച്ചി തിന്നാനല്ല, മനുഷ്യന്റെ രക്തം കുടിക്കാനല്ല. പേടിച്ചരണ്ടു പോയി അവറ്റകൾ പോലും, ഭയന്ന് വിറച്ചുപോയി അവറ്റകൾ പോലും ഒരിറ്റ് സമാധാനത്തിന് വേണ്ടി, ധൈര്യത്തിന് വേണ്ടി മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി വരുന്നു. വഇദൽ ബിഹാറു സുജ്ജിറത, അന്നത്തെ ദിവസം സമുദ്രം മുഴുവനും കത്തിപ്പൊട്ടുന്നു, ജ്വലിച്ചു വീഴുന്നു, കത്തിയമരുന്നു. فإذا نفخ في الصور نفخة واحدة وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت الواقعة وانشقت السماء فهي يومئذ واهية. സൂറത്തു അൽ-ഹാഖയിലൂടെ ലോകാവസാനത്തിന്റെ വിപ്ലവത്തിന് അല്ലാഹു ഒറ്റവാക്കിൽ ഉത്തരം തരേ. ഫഇദാ നുഫിഖ ഫിസ്സൂർ, സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ ആദ്യത്തെ ഊതലൊന്ന് ഊതി കഴിയുന്നതോടുകൂടി വഹുമിലത്തിൽ അർളു, ഈ ഭൂമികയെ അന്തരീക്ഷത്തിന്റെ ഒരു കോണിലേക്ക് ഉയർത്തുന്നു. വൽജിബാൽ, ഭൂമിയിലെ പർവ്വതങ്ങളെ അന്തരീക്ഷത്തിന്റെ മറ്റൊരു കോണിലേക്കും ഉയർത്തുന്നു. അല്ലാ, എന്നിട്ടവകളെ മുഖാമുഖം പരസ്പരം സഞ്ചരിപ്പിക്കുന്നു. ഇതുവരെ ഇല്ലാത്ത വേഗതയിൽ അവകളെ പരസ്പരം സഞ്ചരിപ്പിച്ചുകൊണ്ട് അല്ലാഹു നിശ്ചയിച്ച അന്തരീക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ വെച്ച് അവകളെ തമ്മിലിടിപ്പിക്കുന്നു. പൊടിതമരായി പൊട്ടിത്തെറിച്ച് തകർന്നു വീഴുന്നു. ഇത് അബൂ റബീഇന്റെ വാക്കല്ല സഹോദരാ, ഇത് അബൂ റബീഇന്റെ വാക്കല്ല ഉമ്മ. ഫയൗമഇദിൻ വഖഅത്തിൽ വാഖിഅ, ആ ഒരൊറ്റ തകർച്ചയോടുകൂടി സംഭവിക്കേണ്ടത് മുഴുവനും സംഭവിക്കും. റസൂലുള്ളാഹ് നിലവിളികളൊന്നാകെ അവസാനിക്കുന്നു, പെടച്ചിലുകളൊന്നാകെ അസ്തമിക്കുന്നു, ഞരങ്ങലുകളും മൂളലുകളും ഒന്നാകെ തീരുന്നു. പേടകങ്ങളാകുന്ന ശരീരങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ആത്മാവുകൾ ആത്മാവിന്റെ വിശ്രമ സങ്കേതങ്ങളിലേക്ക് പറന്നു പോകുന്നു. എവിടെയും നിലവിളികളില്ല,
എവിടെയും ഒച്ചകളില്ല, എവിടെയും വേദനകളില്ല, എവിടെയും ഞരക്കങ്ങളില്ല, എവിടെയും കരച്ചിലുകളില്ല, എവിടെയും പെടച്ചിലുകളില്ല. അതേ നേരത്ത് തന്നെ ഭൂമി തകർക്കപ്പെടുന്ന അതേ നേരത്ത് തന്നെ ആകാശം വിസ്ഫോടനാത്മക ശബ്ദത്തോടെ പൊട്ടിപ്പൊളിക്കപ്പെടുന്നു. ലോകത്തെ മലക്കുകൾ ഒന്നാകെ മരിച്ചു വീഴുന്നു. ആകാശം തന്നെ ദുർബലമായി ഇല്ലാതാകുന്നു. بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين. പറഞ്ഞാൽ ഒരുപാട് ലോകാവസാനത്തിന്റെ വിപ്ലവം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മാത്രം പറയാനുണ്ട്. അവിടെ ചുരുക്കാതെ തരമില്ല പ്രിയപ്പെട്ടവരെ. ലോകാവസാനത്തിന്റെ വിപ്ലവം അല്ലാഹു സൂറത്തു സുമറിലൂടെ സമാപിപ്പിക്കുകയാണ്. വനുഫിഖ ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ് ഇല്ലാ മൻ ശാ അല്ലാഹ് ثم نفخ فيه أخرى فإذا هم قيام ينظرون. ലോകാവസാനിച്ചു, എല്ലാം നിശബ്ദതയായി. ലോകാവസാനിച്ചു, എല്ലാം കഴിഞ്ഞു. ഇനി ആനച്ചലും ഇല്ല, ഇനി നാവായിക്കുളവും ഇല്ല, ഇനി കടുവയിലും ഇല്ല, ചിറയിൻകീഴും ഇല്ല, ഒന്നുമില്ല. കാലങ്ങൾക്കതീതമായ കാലത്തേക്ക് അല്ലാഹു ലോകത്തെ തിരിച്ചുകൊണ്ടുപോയി. അതാ ഈ വാക്കിന്റെ അർത്ഥം. ഇല്ലാ മൻ ഷാ അല്ലാഹ്. ഏറ്റവും അവസാനം 4 പേരെ അല്ലാഹു മരിപ്പിച്ചു. ഏതായി 4 പേര്? സയ്യിദുന ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഈ 4 മലക്കുകളെ ഏറ്റവും അവസാനം അല്ലാഹു മരിപ്പിക്കും. ആ 4 മലക്കുകളെ മരിപ്പിച്ചു. മരണം എന്ന പ്രക്രിയ കൂടി അല്ലാഹു ഇല്ലാണ്ടാക്കി. അപ്പോഴാണ് ഈ അസ്റായീൽ സ്വയം ആ മരണം ഇങ്ങനെ തൻ്റെ ശരീരത്തിൽ അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് നടത്തുമ്പോഴാണ് പറയും, ഇത്ര വേദനയാണ് മരണത്തിനുണ്ടായിരുന്നെങ്കിൽ ഈ ജോലി ഞാൻ ഏറ്റെടുക്കൂലായിരുന്നൊക്കെ. അപ്പോൾ സമയം കഴിഞ്ഞു പോയല്ല. അവസാനം മരണം എന്ന പ്രക്രിയ കൂടി അല്ലാഹു ഇല്ലാണ്ടാക്കി. അതിനർത്ഥം ഇനി ആര് മരിക്കാൻ കൊതിച്ചാലും അവർക്ക് മരണം ഉണ്ടാവൂല. മരിക്കാൻ ഇനി ഒരുപാട് പേര് കൊതിക്കും. ഇപ്പൊ നമുക്ക് മരിക്കാൻ പേടിയാ, പക്ഷെ അന്ന് മരിക്കാൻ കൊതിക്കും. അതാ ഈ മഹ്ശറ. അതൊരു ചെറിയ കാര്യമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്തോ ആവട്ടെ, അവിടേക്ക് അല്ലാഹു നമ്മളെ സലാമത്താക്കുമാറാകട്ടെ. ലോകം അവസാനിച്ചു കഴിഞ്ഞു. ഈ 5 മലക്കുകളെ അല്ലാഹു മരിപ്പിച്ചു. ഇനി അല്ലാഹു മാത്രമായിട്ട് ബാക്കിയായി നിലകൊള്ളും. അല്ലാഹു മാത്രമായിട്ട് ബാക്കിയായി നിലകൊള്ളും. എത്ര കാലമെന്നറിയോ? അതാ ഞാൻ പറഞ്ഞത്, ലോകം എന്ന് അവസാനിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ മഹ്ശറയിലേക്കുള്ള ദൂരം നമുക്കറിയാം. പക്ഷെ എന്നാ ലോകം അവസാനിക്കണം നമുക്കറിയില്ല. ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ ഇനി എന്നാ മഹ്ശറയിൽ? ഇന്ന് വെള്ളിയാഴ്ച ലോകം അവസാനിച്ചു, ഇനി ശനിയാഴ്ച കഴിഞ്ഞു, ഞായറാഴ്ച കഴിഞ്ഞു, 3-ന്റെ അന്ന് തിങ്കളാഴ്ച അള്ളാഹു വീണ്ടും മഹ്ശറ കൂട്ടുന്ന. അങ്ങനെയല്ല. പിന്നെയോ ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ 40 വർഷം മഹ്ശറയിലേക്ക് എത്താനുള്ള ദൂരം. അതായത് ഇനി 2ാമത് സൂറെന്ന കാഹളത്തിൽ ഊതണമെങ്കിൽ, നമുക്ക് 2ാമതൊരു ജീവൻ തരണമെങ്കിൽ 40 വർഷം വേണം. ഈ 40 വർഷം അള്ളാഹ്ക്ക് എന്താ പണി നമുക്കറിയില്ല. അല്ലാഹു മാത്രമായി നിലകൊള്ളുന്ന ഒരു സമയം. അതിന് കാലോ നാലോകോ ഒന്നും പറയാനില്ല. പക്ഷെ അതിനങ്ങനെ അല്ലാതെ ഒരു വാക്ക് പിന്നെ നമുക്ക് ഉപയോഗിക്കാനില്ല, പ്രയോഗിക്കാനില്ല. അതുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കുക. അല്ലാഹു മാത്രമായി നിലകൊള്ളും. ആ 40 വർഷം അള്ളാഹ്ക്ക് എന്താ പണിയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ആ സമയത്താണ് അള്ളാഹുടെ ചോദ്യമൊക്കെ, ലിമനിൽ മുൽക്കിൽ യൗം. ഇന്നത്തെ ദിവസത്തിന്റെ അധികാരം ആർക്കടാ? അഹങ്കാരത്തോടെ എന്നോട് യുദ്ധം പ്രഖ്യാപിച്ചവരൊക്കെ എവിടടാ? നിമ്രൂദും ശദ്ദാദും ഫിരൗനും ഹാമാനും ഒക്കെ എവിടടാ എന്ന് ചോദിക്കുന്നത് അപ്പോഴാണ്. അതിന് മറുപടി പറയാനുള്ള യോഗ്യതയും അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അള്ളാഹ് എന്നെ മറുപടിയും പറയും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അവൻ
അവൻ എന്നെ അധികാരമുള്ളൂ. ഈ 40 വർഷം നമുക്കെന്താ പണി? നമ്മൾ പള്ളിക്കാട്ടിലാണ്. ഏത് പള്ളിക്കാട്ടിൽ? നിങ്ങൾ ആനച്ചൽ പള്ളിക്കാട്ടിലുണ്ടാവും. അബൂ റബീനെ നിശ്ചയിച്ച പള്ളിക്കാട് ഏതാണോ ആ പള്ളിക്കാട്ടിൽ അബൂ റബി ഉണ്ടാവും. നമ്മളെല്ലാവരും പള്ളിക്കാട്ടിലാണ് അല്ലേ? അന്ന് പള്ളിക്കാടൊന്നുമില്ല, ഖബറില്ല. ഈ ഖബറിൽ നമുക്കെന്താ പണി? നല്ല ഉറക്കം. ഞാൻ വെറും വാക്ക് പറയില്ല, ഇത് ഖുർആനായി പറയണത്. ഈ 40 വർഷത്തെ പണി നല്ല ഉറക്കോ, ഇടയ്ക്ക് ഉണരൂല, സ്വപ്നം കാണൂല, തിരിയൂല, മറിയില്ല, പേടിക്കണ്ട, കൊതുകുത്തൂല, എറുമ്പ് കടിക്കൂല, ഒന്നും ചെയ്യില്ല. കാരണം എറുമ്പുമില്ല, കൊതുവില്ല, ഒന്നുമില്ല. പിന്നെ ആര് കൊത്താനാ? ഒന്നുമില്ല, സുഖമായി ഉറങ്ങാം. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ ഖബറിലതല്ല. ഇപ്പൊ അവിടെ രക്ഷയും ശിക്ഷയൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കണം ചെറിയ ലോകമല്ല ഖബറ്. അവിടെ ഇപ്പൊ രക്ഷയും ശിക്ഷയൊക്കെ നടക്കുന്നുണ്ട്. അള്ളാഹു ഈ പരിശുദ്ധമായ ദിവസത്തേക്ക് മാനിച്ചിട്ട് നമ്മുടെ ഈ ഖബറാളി, അള്ളാഹു നമ്മുടെ ഈ ഖബറാളി, ഇവിടെ ഇതല്ലേ അല്ലോ, നമ്മുടെ ഈ ഖബറാളികൾക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, മർഹമത്ത് നൽകുമാറാകട്ടെ, സ്വർഗം നസീബാക്കുമാറാകട്ടെ. ഖബറ് ചെറുതല്ല പ്രിയപ്പെട്ടവരെ. അപ്പൊ ഇപ്പൊ രക്ഷയും ശിക്ഷയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയും ശിക്ഷയൊന്നുമില്ല. കാരണം ശിക്ഷിക്കാനൊന്നും മലക്കുകളില്ല. അപ്പൊ ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഉള്ളവരല്ല അപ്പോൾ ഉള്ളവരല്ല സുഖമായി സുഖമായ ഉറക്കം തന്നെ. 40 വർഷത്തെ സുഖമായ ഉറക്കം. കാരണം ചോദ്യം ചെയ്യാനൊന്നും മലക്കുകളില്ലല്ലോ. അപ്പൊ സുഖം ഉറക്കം തന്നെ. ഈ 40 വർഷം കഴിയുമ്പോ ഏറ്റവും അവസാനം മരിപ്പിച്ച, നമ്മൾ ഇനി ഖബറിൽ നിന്ന് എഴുതേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഏറ്റവും അവസാനം മരിപ്പിച്ച 4 മലക്കുകളെ അള്ളാഹു ജീവിപ്പിക്കും. സയ്യിദുന ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്റായീൽ അലൈഹിമുസ്സലാത്തു വസ്സലാം. ബുറാഖ് എന്ന വാഹനത്തെയും അള്ളാഹു തആല പുനഃസൃഷ്ടിക്കും. എന്നിട്ട് ലിവാഉൽ ഹംദ് എന്ന പതാകയും താജുൽ അത്ഖിയ എന്ന രാജകിരീടവും ജിബ്രീലിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കും. എന്നിട്ട് നേരെ പറഞ്ഞു വിടും. എവിടെയെന്നറിയോ? ഇലാ ഹളറത്തി സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹുടെ മുത്തുനബിയുടെ മുമ്പിൽ റൗളയുടെ ഓരത്ത് നിന്ന് നബിയെ വിളിക്കാൻ പറയും. നബിയെ വിളിക്കും, റൗള തുറക്കപ്പെടും, മുത്തുനബി എഴുന്നേക്കും, ഈ താജുൽ അത്ഖിയ എന്ന കിരീടം അണിയിക്കും, ലിവാഉൽ ഹംദ് എന്ന പതാക നൽകും. എന്നിട്ട് നബി തങ്ങളെ, ലോക നേതാവിന്റെ അടയാളമാണത്, ഇതൊക്കെ നൽകിയിട്ട് ബുറാക്കിന്റെ മുകളിൽ കയറാൻ പറയും. പക്ഷെ ബുറാക്കിന് അറിയില്ല ഇത് മുത്തുനബിയാണെന്ന്. അപ്പോഴവിടെ നിന്നുകൊണ്ട് ബുറാക്ക് വാശി പിടിക്കും, എന്റെ മുകളിൽ ആരും കയറാൻ പാടില്ല, എന്റെ മുകളിൽ ആകെ കയറാനുള്ള അർഹത ഒരൊറ്റയാൾക്കേ ഉള്ളൂ, അത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി അല്ലാതെ ഇനി ആരെന്ന് പറഞ്ഞാൽ എന്റെ മുതുക് ഞാൻ കൊടുക്കൂല. അപ്പൊ ഉടനെ ജിബ്രീൽ വലിയ ഭവ്യതയോടെ നിൽക്കാൻ വേണ്ടിയിട്ട് ബുറാക്കിനോട് പറയും, മിണ്ടരുത്, ശബ്ദം ഉയർത്തരുത്, നീ ആരെ മുമ്പിലാ നിൽക്കണേന്നറിയോ? മുഹമ്മദ് നബിയുടെ മുമ്പിലാ നിൽക്കുന്നത്. മുഹമ്മദ് നബിയാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് അറിയുന്നതോടുകൂടി ജിബ്രീൽ പൊട്ടിക്കരയും. ഈ ബുറാക്ക് പൊട്ടിക്കരയും. ഇതാ മഹ്ശറ. അപ്പൊ പിന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയും, നബിയെ, രണ്ടാമത് ജീവൻ തന്നിട്ട് മഹ്ശറയിലേക്ക് കൊണ്ടുപോകെ അള്ളാഹ് വിചാരണ ചെയ്യാൻ. അവിടെ ഈ ബുറാക്കിനെ അള്ളാഹുടെ മുമ്പിൽ വിട്ടുകൊടുക്കാതെ അങ്ങ് ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തി തരുമെന്ന് എനിക്ക് ഉറപ്പ് തരണം. എനിക്ക് വേണ്ടി അങ്ങ് റബ്ബിന്റെ മുമ്പിൽ ശഫാഅത്ത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പ് തരണം. അള്ളാഹുടെ മുത്തനബി ഉറപ്പ് കൊടുക്കും. ആ ഉറപ്പ് കിട്ടുന്നതോടുകൂടി ബുറാക്ക് വഴങ്ങും. ആ ബുറാക്കിന്റെ മുകളിൽ നബി തങ്ങളെ കയറ്റും. എന്നിട്ട് ഇന്നത്തെ ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടല്ലോ ഫലസ്തീനിലെ, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ഓരത്തുള്ള ഖുബ്ബത്തു സഹ്റാഇന്റെ സമീപത്ത് ജിബ്രീൽ നബി തങ്ങളെ അനുധാവനം ചെയ്തുകൊണ്ട്, നബിക്ക് ഖിദ്മത്ത് എടുത്തുകൊണ്ട് നബി തങ്ങളെ കൊണ്ടുവന്നിരുത്തും. അതിനുശേഷം അല്ലാഹു ഇസ്രാഫീലിനോട് രണ്ടാമത് സൂർ എന്ന കാഹളത്തിൽ ഊതാൻ പറയാ. രണ്ടാമത് സൂർ എന്ന കാഹളത്തിൽ ഇസ്രാഫീൽ ഊതും. ആ ഊതി കഴിയുന്നതോടുകൂടി നമ്മൾ കിടക്കുന്ന കുടിമാടങ്ങളിലൊക്കെ ഒരു ചലനം ഉണ്ടാവും. എന്താ ചലനം? നമ്മൾ കിടക്കുന്ന കുടിമാടങ്ങളിൽ നമ്മൾ ഉണ്ടാവൂലല്ലോ, മിക്കവാറും അളിഞ്ഞിട്ടുണ്ടാകും, പുഴുക്കൾ തിന്നിട്ടുണ്ടാവും, ചെതലുകൾ തിന്നിട്ടുണ്ടാവും, പാമ്പുകൾ കൊത്തിയിട്ടുണ്ടാവും. അതല്ലേ ഖബറിന്റെ ഓരോ അനുഭവങ്ങളല്ലേ. അള്ളാഹ് നമ്മളെന്ന് പറയുമ്പോൾ തന്നെ പേടിയുണ്ട്. അള്ളാഹു ആ ഗതികേടും നമുക്ക് തരാതിരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഖബറുകളെ സ്വർഗീയ മണിയറകളാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറിയ വിഷയമല്ല. സാധാരണഗതിയിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ, നൂലുമ്പി തകർന്ന് മണ്ണായി അളിഞ്ഞു പോയി ശൂന്യമായി പോയ ഖബറായിട്ടാണല്ലോ മാറുക. അപ്പൊ ആ ഖബറിന്റെ ഉള്ളറയിലേക്ക് ഒരു അശരീരി ശബ്ദം പൊട്ടും. ഈ ഖബറിന്റെ ഉള്ളറയിൽ മറമാടപ്പെട്ട ശരീരമേ, ആ ശരീരം എങ്ങനെ മറമാടപ്പെട്ടുവോ അതേ രീതിയിൽ അത് തിരിച്ചെത്തുക. ഇതാ പുനഃസൃഷ്ടിപ്പ് നടക്കേ. അങ്ങനെ ആ ശരീരത്തിന് ഒരു രോമത്തിന് പോലും കേടില്ലാതെ നമ്മുടെ ജഡങ്ങൾ പഴയതുപോലെ നമ്മുടെ ഓരോ ഖബറിലും തിരിച്ചെത്തും. ഖബറിൽ എത്തുന്നതോടുകൂടി ആത്മാവിന്റെ ലോകത്ത് നിന്ന് നമ്മുടെ ഓരോരുത്തരുടെ ആത്മാവിനെയും സ്വതന്ത്രമാക്കും. ഈ ശരീരം, ഈ റൂഹ് ഏതൊരു ശരീരത്തിന്റെ അംശത്തിലായിരുന്നോ ആ അംശത്തിലേക്ക് തന്നെ തിരിച്ചു കയറാനുള്ള അള്ളാഹുടെ കൽപ്പന വരും. അതോടുകൂടി അബൂ റബീന്റെ റൂഹ് അബൂ റബീന്റെ ശരീരത്തിലേക്ക് കയറും.
നിങ്ങളെ ഓരോരുത്തരുടെയും ആത്മാവ് നിങ്ങളെ ശരീരത്തിലേക്ക് കയറും. എല്ലാവരും ആത്മാവും നമ്മുടെ കൃത്യം ശരീരത്തിലേക്ക് അങ്ങ് കയറി കഴിയുന്നതോടുകൂടി നമ്മൾ ഉണരും. അങ്ങനെയൊന്നുമില്ല ആദം നബി അള്ളാഹു രൂപപ്പെടുത്തി അങ്ങനെ പടച്ച് സ്വർഗത്തിൽ വെച്ച് 40 ദിവസത്തോളം കഴിഞ്ഞ് അവസാനം റൂഹൂതി കൊടുത്തു. ആ റൂഹ് അങ്ങനെ ഇറങ്ങിയിട്ട് മൂർധാവിലൂടെ ഇറങ്ങി കണ്ണിലൂടെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഉണർന്നു, ചെവി ആക്റ്റീവായി പ്രവർത്തിക്കാൻ തുടങ്ങി. വീണ്ടും താഴോട്ട് ഇറങ്ങി അടുത്ത് ഇരിക്കാൻ തുടങ്ങി. ഉടനെ മേൽപോട്ട് നോക്കി, സൈഡ് നോക്കി, സ്വർഗത്തിന്റെ പടങ്ങൾ കണ്ടു. ഉടനെ കയ്യിലേക്ക് റൂഹ് എത്തിയപ്പോൾ കൈ കൊണ്ട് അള്ളിപ്പിടിക്കാൻ തുടങ്ങി. പക്ഷെ കാല് പൊങ്ങല്ല, കാരണം റൂഹ് താഴേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അതേപോലെ ഈ റൂഹ് നമ്മളെ ശരീരത്തിൽ ഇറങ്ങുന്നതോടുകൂടി നമ്മൾ ഉണരും. നമ്മൾ ഉണർന്ന് എണീച്ചൊടനെ പടച്ചോനെ മഷറയാണല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞല്ല പോവാ. ഖുർആൻ പറയേ. പിന്നെ നമ്മൾ എങ്ങനെ പോവാ പ്രിയപ്പെട്ടവരെ? നമ്മളെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മളൊരു അവസ്ഥയിൽ നല്ല സുന്ദര ഉറക്കരുന്നു. ആ ഉറക്കിൽ നിന്ന് പെട്ടെന്ന് ഉണരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചലവില ശബ്ദം, പൊറുതികേടും ഇത് നമ്മൾ അപ്പോഴും കാണിക്കും. എന്റെ വാക്കല്ല, വിശുദ്ധ ഖുർആൻ. നമ്മൾ ആ പൊറുതികേട് കാണിക്കുന്ന വിശുദ്ധ ഖുർആൻ പറയേ. എന്താ നമ്മൾ കാണിക്കുക? ഖാലൂ യാ വൈലനാ മൻ ബഅതനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. വിശുദ്ധ ഖുർആൻ പറയേ. ഖാലൂ, രണ്ടാമതവർക്ക് ജീവൻ നൽകുന്നതോടുകൂടി അവരെ ഖബറുകൾ തുറക്കപ്പെട്ട തരത്തിൽ എഴുന്നേൽക്കുമ്പോ അവര് പറയും നബിയേ, അവര് എന്താ പറയുന്നതെന്നറിയുമോ? യാ വൈലനാ. നമ്മളങ്ങനെ പറയാ, നമ്മൾ എന്തോ ഒരു താമസം പറയില്ല. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന നാട്ടുവർത്താനം ഇത് നമ്മൾ പറയാ. ഇത് നമ്മൾ എന്താ പറയാ? മമ്പഴതനാ മിൻ മർഖദിനാ. അപ്പൊ നമ്മൾ വിചാരം നമ്മൾ ആനച്ചല്ലുള്ള നമ്മളെ വീട്ടിൽ കിടക്കണം എന്നാ. ഇല്ലെങ്കിൽ നമ്മൾ ഇത് പറയോ? നമ്മൾ മഹ്ശറയിലാണെന്ന് ബോധം ഉണ്ടെങ്കിൽ നമ്മൾ ഇത് പറയില്ല. അപ്പൊ നമ്മളെ ചിന്ത നമ്മൾ വീട്ടിൽ കിടക്കണം എന്നായിരിക്കണം. ആ മനോനില അല്ലെങ്കിൽ നമ്മൾ പറയില്ല. എന്താ നമ്മൾ പറയാ? യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. എന്തോ ഒരു രസമുള്ള ഉറക്കമായിരുന്നു, എന്തോ ഒരു സുഖമുള്ള ഉറക്കമായിരുന്നു, എന്തോ ഒരു അനുഭൂതിയുള്ള ഉറക്കമായിരുന്നു. ആ ഉറക്കമൊന്ന് പൂർത്തീകരിക്കാൻ കഴിയാതെ ആരാടാ എന്നെ വിളിച്ചുണർത്തിയത്? ആർക്കാടി പെണ്ണെ ഇത്ര ധൈര്യം, നിർബന്ധം എന്നെ വിളിച്ചുണർത്താൻ? നല്ല രസമുള്ള ഉറക്കായിരുന്നു, അതൊന്ന് പൂർത്തീകരിക്കാൻ എന്നെ സമ്മതിച്ചില്ല. കഷ്ടം. ഇത് പറഞ്ഞിട്ട് നമ്മൾ എണീക്കുക. അപ്പൊ നമ്മളെ വിചാരം ഭാര്യ ചായ തരാൻ വിളിച്ചു, അല്ലെങ്കിൽ ഭർത്താവ് വിളിച്ചുണർത്തി മക്കളെ സ്കൂളിൽ വിടാൻ, ഭക്ഷണം ഉണ്ടാക്കാൻ എന്നായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് പറയില്ലല്ലോ. ഇതിങ്ങനെ പറഞ്ഞ് പുലമ്പി എഴുന്നേക്കുമ്പോ ഈമാനോടെ മരിച്ച ഉൾവിളിയുള്ള നല്ല സ്വാലിഹ്യങ്ങളുണ്ടല്ലോ. അതാണ് ഇന്നത്തെ ആ പിതാവിന്റെ ഒക്കെ മരണമെന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് ഞാനിന്ന് പറയുമ്പോൾ നമ്മളെ പ്രസിഡന്റ് അറിയാതെ അദ്ദേഹത്തിന്റെ വായിന്ന് വന്നു. അള്ളാഹു അങ്ങനെയുള്ള നല്ല മരണം നമുക്ക് നൽകുമാറാകട്ടെ. ഇന്നലത്തെ രാത്രി മുഴുവനും ഹയാത്താക്കി ആ നോമ്പുകാരനായി നോമ്പ് പിടിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം പോകാൻ, അള്ളാഹുവിലേക്ക് പോകാൻ തൗഫീക്ക് കിട്ടുക എന്നുള്ള. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നോമ്പുകാരനായ കൊല ചെയ്യപ്പെടുന്നത്. ആ കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ മുത്തുനബി പറഞ്ഞ സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തൊരു വിവരം എന്താണെന്നറിയോ? ഉസ്മാനെ, നോമ്പുകാരനായി എന്റെ മുമ്പിൽ വന്ന് നോമ്പ് തുറക്കാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്റെ അടുത്ത് വന്ന് നോമ്പ് തുറക്കാം, അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? അതല്ല ദുനിയാവിൽ നോമ്പ് തുറക്കണം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ആ സ്വപ്നത്തിൽ തന്നെ മറുപടി പറഞ്ഞു, മുത്ത് റസൂലുള്ളാഹ്, എനിക്ക് അവിടുത്തെ മുമ്പിൽ എത്ര പെട്ടെന്ന് എത്താൻ കഴിയുമോ അത്രയും പെട്ടെന്ന് എത്തണം. അള്ളാഹുവിന്റെ മുത്തുനബി പറഞ്ഞു, എങ്കിൽ എന്റെ വിരുന്നുകാരനായി എന്നോടൊപ്പം നോമ്പ് തുറക്കാൻ നീ ഇപ്പോഴേ തയ്യാറെടുത്തോ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ഉറപ്പിച്ചു, ഞാൻ ഇന്ന് കൊല്ലപ്പെടും, ഞാൻ ഇന്ന് കൊല്ലപ്പെടും. ആ ഒരൊറ്റ സ്വപ്നത്തിൽ ഉറപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ പിതാവിന്റെ മരണം ഓർക്കുമ്പോൾ ഞാൻ ആ ചരിത്രത്തിലേക്ക് ചിന്തിച്ചു പോകെ. പ്രിയപ്പെട്ടവരെ, നോമ്പുകാരനായ അള്ളാഹുവിന്റെ മുത്തുനബിയുടെ വിരുന്നുകാരനായി അവിടുന്ന് ഭക്ഷണം കഴിച്ച് നോമ്പ് തുറക്കാൻ വേണ്ടി പോയെങ്കിൽ നമ്മുടെ മരണം ഏത് തരത്തിലാകുമെന്ന് അറിയൂലല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്തോ, അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹു ഈമാനോടെ
മരിപ്പിക്കുമാറാകട്ടെ, ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഈമാനോടെ മരിച്ച ഉൾവിളിയുള്ള നമ്മുടെ പിതാക്കളും ഉമ്മമാരൊക്കെ നമ്മളെ തട്ടിയിട്ട് പറയും, എന്റെ മോനെ നീ എന്താ ഈ പുലമ്പണത്, നിന്നെ ഇത് എന്തിനാ വിളിച്ചെന്നറിയോ? ഭാര്യ ഭക്ഷണം തരാൻ വിളിച്ചല്ലേ, ഭർത്താവ് കട്ടൻ ചായ ഉണ്ടാക്കാൻ വിളിച്ചല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിനക്കൊരു മരണം ഉണ്ടായിട്ടില്ലേ? ഒരു അസറായിലിനെ അനുഭവിച്ചില്ലേ, കണ്ടില്ലേ? ഇപ്പൊ നീ എവിടെ ആലോചിച്ച് നോക്ക്. ചിന്തിക്കും എന്റെ സഹോദരാ, അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ആലോചിക്കും. പ്രിയപ്പെട്ടവര്, ബോധം തെളിയുന്നു. അല്ലാ, ഞാൻ ഖബറിലാണല്ലോ അല്ലാ, എനിക്ക് രണ്ടാമതൊരു ജീവൻ തന്നിട്ടുണ്ടല്ലോ അല്ലാ, എന്നെ മഹ്ശറയിലേക്ക് ഇതാ വിളിച്ചുണർത്തിയിരിക്കുകയാണല്ലോ അല്ലാ. ആ യാഥാർത്ഥ്യം അംഗീകരിക്കപ്പെടുന്നതോടുകൂടി അലപൊട്ടി കരയുമേ ഉമ്മ, അലതല്ലുമേ സഹോദരാ. ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അങ്ങനെ വിവരിച്ചു തരേ. അടപൊട്ടി നിലവിളിക്കും പിതാവേ, അടപൊട്ടി കരയും സഹോദരാ. കാരണം ഇനിയുള്ള ലോകം ഖബർ പോലെയല്ല, ഇനിയുള്ള ലോകം മരണം പോലെയല്ല, ഇനിയുള്ള ലോകം ദുനിയാവ് പോലെയല്ല. ചിന്തിക്കുന്നതിനേക്കാളും അറിഞ്ഞതിനേക്കാളും എത്രയോ അപ്പുറത്തെ ഭീകരമാണ് മഹ്ശറ. ആ മഹ്ശറയിൽ അല്ലാഹുവിന്റെ മുമ്പിലേക്കായി കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ടവരെ, ആർക്കാണ് റബ്ബിന്റെ മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യമുണ്ടാവുക? അതുകൊണ്ട് തന്നെ ഓരോരുത്തരും കൊതിച്ചു പോകുന്നു, റബ്ബേ എന്നെ ഒന്ന് മരിപ്പിക്കണേ അല്ലാ, നിന്റെ മുമ്പിൽ വരാനുള്ള ധൈര്യമില്ലേ അല്ലാ, അതുകൊണ്ട് എന്നെ ഒന്നുകൂടി മരിപ്പിക്കുമോ അല്ലാ. ഓരോരുത്തരും കൊതിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, എന്റെ യുവാക്കളെ, ദുനിയാവിന്റെ അവസാനത്തെ അടവ് ഓടി രക്ഷപ്പെടലാണെങ്കിൽ അതേപോലെ ഖബറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഓടി ഒളിക്കാൻ നമ്മൾ കൊതിക്കും. പക്ഷേ ഇപ്പോഴേ ആ മോഹത്തെ അല്ലാഹു തആല പരിഹസിക്കുകയാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ന് എവിടെയാ ഓടി ഒളിക്കുക? പ്രിയപ്പെട്ടവരെ, കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. എവിടെയാ ഓടി ഒളിക്കുക സഹോദരാ? എവിടെയാ ഓടി ഒളിക്കുക പെങ്ങളെ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്ക്. ഏതൊരു ഖബർ അല്ലാഹു രണ്ടാമത് ഊതലോടുകൂടെ തുറക്കണമെങ്കിൽ, ഏതൊരു ഖബറിലുള്ളവൻ അല്ലാഹു ജീവൻ നൽകണമെങ്കിൽ, അവിടെ അല്ലാഹു രണ്ട് മലക്കുകളെ നിർബന്ധമായി എത്തിക്കുന്നു. അങ്ങനെയല്ലാതെ ആനച്ചൽ പള്ളിക്കാട്ടിലെ ഒരു ഖബറുമല്ല തുറക്കൂല ഉമ്മ, ഒരു ഖബറുമല്ല തുറക്കൂല സഹോദരാ. ആ രണ്ട് മലക്കുകളുടെ സാക്ഷിത്വമില്ലാതെ ഒരു മനുഷ്യനും അല്ല ജീവൻ തരൂല യുവാവേ. ഏതാണ് ആ രണ്ട് മലക്കെന്നറിയുമോ? ഒന്നാമത്തെ മലക്ക് സായിഖ് വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. ഒന്നാമത്തെ മലക്ക് സായിഖാണ്. ആരാണ് ഈ സായിഖ് എന്നറിയുമോ? നമ്മളെ വഴിതെളിച്ചു കൊണ്ടുപോകുന്നവനാ. അല്ലാഹുവിന്റെ മഹ്ശറ. ഏതാണ് ആ മഹ്ശറ എന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ആ മഹ്ശറയ്ക്ക് പേരിട്ടിട്ടുണ്ട്. ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ ഫഇദാഹും ബിസ്സാഹിറ. സാഹിറ എന്ന പ്രദേശമാണ് മഹ്ശറ. ആ പ്രദേശം എവിടെയാണെന്ന് നമുക്കറിയൂല. അതുകൊണ്ട് തന്നെ സാഹിറയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഒരു മലക്ക് തന്നെ അവിടെ ഖബറിന്റെ മുമ്പിൽ നിൽക്കുന്നു. ഏതാണ് ഈ സാഹിറ എന്ന പ്രദേശം എന്നറിയുമോ? അവിടെയാണ് അല്ലാഹുവിന്റെ മഹ്ശറ.
അവിടെയാണ് അവന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത പരമോന്നത നീതിപീഠം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് അല്ലാഹു ഹിസാബിന്റെ പൊരിച്ചു നിർത്തുന്നത്. അവിടെയാണ് ആയുസ്സുകളെ വിചാരണ ചെയ്യുന്നത്. അവിടെയാണ് നന്മ തിന്മകൾ മാറ്റുരയ്ക്കപ്പെടുന്നത്. അവിടെയാണ് നന്മ ചെയ്തവരൊക്കെ വിജയിക്കുന്നത്. അവിടെയാണ് തിന്മ ചെയ്തവരുടെ നാവുകളൊക്കെ മൂടിപ്പോകുന്നത്. അല്ലാഹുവിന്റെ മുത്തുനബി ആ സാഹിറയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നുവരെ അവിടെ പാപം പ്രവർത്തിക്കപ്പെട്ടിട്ടില്ല, ഇന്നുവരെ ചോര വീണിട്ടില്ല, ഇന്നുവരെ ശാപം വീണിട്ടില്ല, ഇന്നുവരെ കണ്ണുനീര് വീണിട്ടില്ല, ഇന്നുവരെ അതിക്രമം നടന്നിട്ടില്ല, ഇന്നുവരെ അക്രമം നടന്നിട്ടില്ല, ഇന്നുവരെ പാപം പ്രവർത്തിക്കപ്പെട്ടിട്ടില്ല, ഇന്നുവരെ ശാപം വീണിട്ടില്ല. അങ്ങനത്തെ ഭൂമിക അതാണ് സാഹിറ. അവിടെയാണ് അല്ലാഹുവിന്റെ വിചാരണ കോടതി. ആ കോടതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാം. നമ്മുടെ ഖബറിന്റെ ഓരത്ത് ഓരോ ഖബറിന്റെ മുമ്പിലും ഒരു മലക്കുണ്ടാകും. രണ്ടാമത്തെ മലക്ക് വലിയൊരു ഫൈലും പിടിച്ച് രണ്ടാമതൊരു മലക്കുണ്ടാകും. സഹോദര, ഏതാണ് ആ ഫൈലെന്നറിയുമോ? ദിവസത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടുന്നതിന്റെ ഇടയിൽ 5 തവണ അല്ലാഹുവിന്റെ വിശുദ്ധമായ സ്വർഗത്തിന്റെ അവാജ്യമായ അനന്തമായ അനുഭൂതികളുടെ വിസ്മൃതികളുടെ നഭോമണ്ഡലങ്ങളുടെ വിരാജത്തിന് വേണ്ടി വിളിക്കപ്പെടുന്ന 5 തവണയുള്ള വാങ്കുലുകൾക്ക് മറുപടി നൽകി നമ്മൾ കേട്ടു തീർക്കുന്ന, ചെയ്തു തീർക്കുന്ന, കേവലം കടമ നിർവഹിക്കുന്ന നിസ്കാരത്തിന് വിലയായ ശമ്പളമായി ആധാരം കുറിച്ച സ്വർഗത്തിന്റെ വെണ്ണക്കൊട്ടാരങ്ങളുടെ ആധാര പേപ്പറുകളല്ല സഹോദരാ. എവിടെയോ ചെയ്ത ചെറിയ നന്മകൾക്ക് കിട്ടുന്ന വലിയ സ്വർഗത്തിന്റെ പുണ്യഭൂമികളുടെ ആധാര പേപ്പറുകളല്ല സഹോദരാ. മറിച്ച് നമ്മുടെ ജീവിതമാണ് ഉമ്മ. നമ്മുടെ രാപ്പകലുകൾ മുഴുവനും എഴുതി രേഖപ്പെടുത്തപ്പെട്ട വലിയൊരു റെക്കോർഡ് പുസ്തകവും പിടിച്ചുകൊണ്ട് രണ്ടാമതൊരു മലക്ക് നിൽക്കുന്നു. يلفظ من قول إلا لديه رقيب عتيد. ഈ പറയപ്പെട്ട 2 മലക്കുകൾ, ഒന്ന് സായിഖായ മലക്ക്, 2 ഷഹീദായ മലക്ക്. ഈ 2 മലക്കിന്റെ സാന്നിധ്യമില്ലാതെ, ഈ 2 മലക്കിന്റെ സാക്ഷിത്വമില്ലാതെ ഒരു ഖബറും അല്ലാഹു തുറക്കൂല, ഒരു മനുഷ്യനും അല്ലാഹു ജീവൻ ഇട്ട് തരൂല. ആ മലക്കിനെ വെട്ടിച്ചുകൊണ്ട് എവിടെയാണ് എന്റെ സഹോദര ഓടുക? എവിടെയാണ് എന്റെ പെങ്ങളെ ഒളിക്കുക? രക്ഷയില്ല. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള് വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദൽ ഖഹാർ. കബറിന്ന് എഴുന്നേറ്റ് നിലവിളിച്ചുകൊണ്ട് പോകെ കൂരിരുട്ട. നമ്മൾ വിചാരിക്കുന്ന മഹ്ശറയിലെ സൂര്യനെ കത്തിച്ച വെളിച്ചല്ല. ആ വെളിച്ചം എത്തണമെങ്കിൽ ഇനി സാഹിറയിൽ എത്തണം. സാഹിറയിൽ എത്താൻ തന്നെ 100 കണക്കിന് സമയമെടുക്കും. അവിടെ എത്തണം. അവിടെ എത്തിക്കഴിഞ്ഞാലും 1000 കണക്കിന് കൊല്ലം കഴിഞ്ഞിട്ട് സൂര്യനെ കത്തിച്ചു പോക്കൂ. അതിനു മുമ്പ് അവിടെ സൂര്യനൊക്കെ വിചാരണയും, അതിനു മുമ്പ് മലക്കുകളെ വിചാരണയും, അങ്ങനെ കാലം കുറെ ഉണ്ട് മഹ്ശറയിൽ. 1 വർഷവും 2 വർഷവും അല്ല ഈ നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോ ഏറ്റവും വലിയ വേദന ഏതെന്നറിയോ? എല്ലാവർക്കും മനുഷ്യന്റെ മുഖമായിരിക്കില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അബൂറബി പറഞ്ഞാൽ നമുക്ക് പിന്നും സമാധാനിക്കാം. ഇത് പറഞ്ഞതാരാ? മുത്തുനബിയാ. എല്ലാവർക്കും മനുഷ്യന്റെ രൂപം ഉണ്ടാവില്ല, കോലം ഉണ്ടാവില്ല. മരിച്ചു കിടന്നപ്പോ ആൾക്കാർ പറഞ്ഞു, എന്റെ ഉമ്മ ഉറങ്ങണ പോലെ കിടന്ന ഉസ്താദേ. അല്ലെങ്കിൽ കുടുംബക്കാര് പറഞ്ഞു, ഓ ആ സഹോദരന്റെ മുഖത്ത് എന്തൊരു വെളിച്ചെരുന്നൊക്കെ നമ്മളെ കുറിച്ച് പറഞ്ഞു. ആ നമ്മളെങ്ങാനും നാളെ മഹ്ശറയിലേക്ക് വരുമ്പോ ഈ മുഖം ഇങ്ങനെ അല്ലാതെ ആയിപ്പോയോ എന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. അള്ളാഹു ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, സ്വാലിഹീങ്ങളെ മാനിച്ചുകൊണ്ട് അള്ളാഹു ആ ഗതികേടിൽ നിന്ന് നമ്മൾക്ക് സലാമത്താക്കുമാറാകട്ടെ. കൂരിരുട്ട. ആ ഇരുട്ടില ഈമാനുള്ളവരുടെ മുഖങ്ങൾ, നിസ്കരിക്കുന്നവരുടെ മുഖങ്ങൾ, ഉദവെടുത്തവരുടെ ശരീരഭാഗങ്ങളൊക്കെ പ്രകാശിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞത് ആ ഇരുളുള്ളത് കൊണ്ട്. എല്ലാവരും എഴുന്നേറ്റു, എല്ലാവരും പോകെ. പക്ഷേ ആ മഹ്ശറയിൽ ചിലരുടെ മുഖം കുരങ്ങിന്റെ മുഖമാണ്. മനുഷ്യന്റെ കാലുകളും മനുഷ്യന്റെ കൈകളും മനുഷ്യന്റെ ഉടലും, പക്ഷേ ആ ഉടലിന്റെ മേൽപോട്ട് കുരങ്ങാണ്. അവര് ചെയ്ത പാപത്തിന്റെ ശമ്പളമായി അല്ലാഹു കുരങ്ങാക്കി വികൃതമാക്കുന്നു. അല്ലാഹുവിന്റെ മുത്തുനബി പറഞ്ഞതാണേ ഉമ്മ, അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ചതാണേ സഹോദര. ചില മനുഷ്യന്മാരുടെ മുഖം പന്നിയുടെ മുഖമാക്കുന്നു. അല്ലാഹ്
ഇതെന്തൊരു ഗതികേടാണ് സഹോദരാ, ഇതെന്തൊരു ഗതികേടാണ് പെങ്ങളെ. ആ സമയത്ത് തന്നെ മലക്കുകൾ ചിലരുടെ നാവ് വലിച്ചു പറിച്ച് പിഴുതെടുക്കുന്നു. അത് പിഴുതെടുത്ത ആഘാതത്തിൽ ആ നാവ് നെഞ്ചോളം പട്ടികളെ പോലെ തൂങ്ങിക്കിടക്കുന്നു. അത് പറിച്ചെടുത്ത അതേ ആഘാതത്തിൽ തൊള്ളയിൽ നിന്ന് ചോര തെറിക്കുന്നു. ആ ചോര ചീറ്റിയിട്ടവന്റെ കഴുത്തിലൂടെ, നെഞ്ചിലൂടെ, കാൽപാദത്തിലൂടെ അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ചിലര് പാമ്പുകളെ പോലെ ഉദരം വെച്ച് പള്ള വെച്ച് ഭൂമിയിലൂടെ ഇഴയുന്നു. ചിലര് കാല് മേൽപോട്ടാക്കി അവരെ തല കീഴയാക്കി തലയിട്ടടിച്ചടിച്ച് നടക്കുന്നു. ഒരാൾക്കും ഇതൊന്നും ചെയ്യാതെ മാറി നിൽക്കാൻ കഴിയൂല. കാരണം മഹ്ശയുടെ അധികാരമൊക്കെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന നിയമപാലകര് മലക്കുകളാ. അവരെ കയ്യിൽ ശക്തമായ ചാട്ടവാറുകളുണ്ട്. അവരുടെ ലോകത്തെ ചാട്ടകൾ കൊണ്ട് തല്ലുന്നു. ഇഴയടാ നിന്റെ പള്ളയിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുന്നു. നടക്കടാന്ന് പറഞ്ഞുകൊണ്ട് തല്ലുന്നു. മലക്കിന്റെ ലോകത്തെ ചാട്ടയുടെ പ്രഹരമേറ്റുകൊണ്ട് എല്ലാവരും ഓടുന്നു. ലാ തസൂഖൂ റാജിലീൻ. എന്റെ നടക്കുന്ന കാൽപാദങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് സാധാരണ പോലെ നടക്കുന്ന എന്റെ അടിമകളെ മാത്രം നിങ്ങൾ ഉപദ്രവിക്കരുതെന്ന് അള്ളാഹുവിന്റെ താക്കീത് മലക്കുകൾക്ക് വരുന്നു. ബാക്കിയുള്ളവരെ മുഴുവനും പ്രഹരിക്കുന്നു. എല്ലാവരും കരച്ചിലാണ്, എല്ലാവരും നിലവിളിയാണ്. ഒരു തുള്ളി വെള്ളം അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട സഹോദരാ, ഒരു തുണ്ട് ഭക്ഷണം അല്ലാഹുവിൽ നിന്ന് കൊതിക്കണ്ട ഉമ്മ. അങ്ങനെ എല്ലാവരും നിലവിളിച്ചുകൊണ്ട് മഹ്ശറയിലേക്ക് മലക്കുകളുടെ പ്രഹരമേറ്റുകൊണ്ട് ഇങ്ങനെ വേദനിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ ജനങ്ങൾക്കിടയിലേക്ക് വല്ലാത്ത അസഖ്യമായ ദുർഗന്ധം പരക്കുന്നു. മോമിനീങ്ങളൊക്കെ റബ്ബിനോട് കാവല് തേടുന്നു. ഇതെന്തൊരു ദുർഗന്ധമാണല്ലോ. ഏത് തെമ്മാടികളിൽ നിന്നായി ഈ ദുർഗന്ധം നിർഗളിക്കുന്നത്? ഏത് അക്രമികളിൽ നിന്നായി ഈ ദുർഗന്ധം വരുന്നത്? അവരിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. മോമിനീങ്ങളൊക്കെയും റബ്ബിനോട് ആ സമയത്ത് കാവല് തേടേ. പ്രിയപ്പെട്ടവര്, എവിടെ നിന്നാണ് ഈ ദുർഗന്ധം എന്നറിയുമോ? അല്ലാഹുവിനെ വഞ്ചിക്കുന്ന, വിശ്വസിച്ച് ജീവിക്കുന്ന, ഇണകളെ വഞ്ചിക്കുന്ന വ്യഭിചാരികളില്ലേ, ഈ വ്യഭിചാരികളുടെ ഔറത്തുകളിൽ നിന്ന് ചീഞ്ചലമൊഴുകുന്നു. ആ ചീഞ്ചലത്തിൽ നിന്ന് ദുർഗന്ധം പരക്കുന്നു. അവിടെ അറിയാം പച്ച വഞ്ചകരാരാണെന്ന്, അവിടെ അറിയാം പറ്റിച്ചവരാരാണെന്ന്, അവിടെ അറിയാം അക്രമം പ്രവർത്തിച്ചതാരാണെന്ന്. മശറ ചെറുതല്ല. ഉടനെ മോമിനീങ്ങൾക്ക് സമാധാനപ്പെടുന്ന തരത്തിൽ സുഗന്ധം പരക്കുന്നു. കസ്തൂരിയുടെ മണം പരക്കുന്നു. എവിടെ നിന്നാണ് ഈ മണമെന്നറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സംസ്ഥാപിത ലക്ഷ്യത്തിന് വേണ്ടി രണാങ്കണങ്ങളിൽ വീരമൃത്യു വരിച്ച ധീര രക്തസാക്ഷികളില്ലേ. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ് അംവാതും ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അപ്പറഞ്ഞ ശുഹദാക്കളുടെ ശരീരം ആ സമയത്ത് വെട്ടിമുറിക്കപ്പെട്ടതുപോലെ അവരെ ശരീരത്തിൽ നിന്ന് ചുടുരക്തമൊഴുകുന്നു. ആ രക്തത്തിൽ നിന്ന് കസ്തൂരിയുടെ മണം പരക്കുന്നു. മോമിനീങ്ങളൊക്കെയും ആ ശുഹദാക്കളുടെ പിന്നിൽ അണിനിരക്കുന്നു. എവിടെയും നിലവിളിയാണ്, എവിടെയും കരച്ചിലാണ്, എവിടെയും വ്യസനമാണ്, എവിടെയും പേടിയാണ്. ആ പേടിയോടുകൂടെ റബ്ബിന്റെ മഹ്ശറയിലേക്കുള്ള നടത്തം നടന്ന് നടന്ന് ഇന്നത്തെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഓരത്തെത്തും നമ്മള്. അവിടെ നമ്മളെ കാത്തിരിക്കാര് ഷഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി.
അള്ളാഹുടെ മുത്തുനബിയെ കാണുന്നതോടുകൂടി അണപൊട്ടിക്കരയും. എന്നിട്ട് നബിയോട് ചോദിച്ചു. അവിടെയാണ് നബിയുടെ പവർ നമ്മൾ അറിയാൻ പോണത് പ്രിയപ്പെട്ടവരെ. ബാക്കി ഒരു പ്രവാചകന്മാരും അവരുടെ സമുദായങ്ങൾ അന്വേഷിച്ചുണ്ടാവൂല, ഒരു പ്രവാചകന്മാരുണ്ടാവൂല, മുത്തുനബി മാത്രം ഉണ്ടാവും. കാരണം അവരൊക്കെ അർശിന്റെ സുറാദിക്കുകൾ അള്ളിപ്പിടിച്ചുകൊണ്ട് റബ്ബിനോട് അവരെ രക്ഷയ്ക്ക് വേണ്ടി കെഞ്ചേ. പക്ഷെ മുത്തുനബി മാത്രം അവിടെ ഇടപെടും. മുത്തുനബിയെ കണ്ടപാടെ നമ്മൾ ഓടിച്ചെല്ലും, എന്നിട്ട് കരയും. മുത്തുനബിയെ അവിടത്തേക്കല്ലാതെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അള്ളാഹുടെ മുമ്പിലാ കൊണ്ടുപോണത്, ഞങ്ങൾക്ക് അള്ളാഹുടെ മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യമില്ല. ഉടനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സമാധാനിപ്പിക്കും. മക്കളെ വിഷമിക്കണ്ട, ഞാനുണ്ട് നിങ്ങൾക്ക്. നിങ്ങളിൽ അവസാനത്താളും രക്ഷപ്പെടാതെ മുഹമ്മദ് നബി വിശ്രമിക്കൂല. ശരിയാ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ രാജസിംഹാസനം നബിക്ക് അപ്പോഴേ ഒരുക്കിയിട്ടുണ്ട്. നബിയെ ഇരിക്കാൻ കൽപ്പിക്കുന്നുണ്ട്, പക്ഷേ നബി ഇരിക്കൂല. അവിടെ ഇരുന്ന് പോയാൽ ഈ ഉമ്മത്തിന്റെ കാര്യം പൊരുവയിലെത്താകുമെന്ന് നമ്മുടെ ഓമന നേതാവിനറിയാം, സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് അവിടെ ഇരിക്കൂല. നമ്മൾ അവസാനത്താളിനെയും രക്ഷപ്പെടുത്താതെ ഞാൻ വിശ്രമിക്കില്ല എന്ന് മുത്തുനബി നമുക്ക് വാക്കുതരും. ഉടനെ അള്ളാഹുടെ കൽപ്പന വരും, ജിബ്രീൽ മുഹമ്മദിന് ഖുല്ലി ഹബീബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖദ്ദിമ ഉമ്മത്തഹു, നബിയോട് പറയുക അവരുടെ ഉമ്മത്തിങ്ങളെ ആദ്യം വെളിവാക്കാൻ. അള്ളാഹുടെ മുമ്പിൽ വെളിവാക്കാൻ ആരെ? അബൂ റബീനെ, നിങ്ങളെ. നമ്മളാകുന്ന നബിയുടെ ഉമ്മത്തിനെ അള്ളാഹുടെ മുമ്പിൽ വെളിവാക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന വരും മുത്തുനബിക്ക് ജിബ്രീൽ വഴി. ഉടനെ ജിബ്രീൽ വന്നിട്ട് നബിയോട് ഇത് പറയുമ്പോൾ നമ്മൾ അണപൊട്ടിക്കരയും. അള്ളാഹുടെ മുത്തുനബി നമ്മളെ സമാധാനിപ്പിക്കും. അള്ളാഹുടെ മുമ്പിൽ നിൽക്കാൻ ധൈര്യം ഉണ്ടോ? ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ? ദട്ടിനിൽ നിവർത്തി എനിക്ക് എൻ്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കാം, എൻ്റെ ചോദ്യങ്ങൾ ഞാൻ നേരിടുന്ന ധൈര്യത്തിൽ ഒരു കുട്ടിക്ക് ഇവിടെ പറയാമോ? എനിക്ക് ധൈര്യമില്ല. ആർക്കാ ധൈര്യം ഉണ്ടാവുക? അള്ളാഹുടെ മുമ്പിൽ നിൽക്കാൻ എന്ത് ധൈര്യമോ എന്ത് നന്മ ജീവിതത്തിലുള്ളത്. അള്ളാഹു സലാമത്താക്കുമാറാകട്ടെ. ഇടയ്ക്കല്ല, തീരാറായി. ബക്കറ്റ് എടുത്തോ നമ്മൾ അവസാനിപ്പിക്കാറായി. ബക്കറ്റ് പെട്ടെന്ന് എടുത്തോ, കുറയ്ക്കണ്ട ഇൻഷാ അല്ലാഹ്. നല്ല രീതിയിൽ നമ്മളെ ഈ കിടക്കുന്ന കബറാളികളൊക്കെ മാനിച്ച് അവർക്കൊക്കെ മഗ്ഫിറത്ത് കിട്ടണ്ടേ. അതുപോലെ നാളത്തെ മഹ്ശറയിൽ നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടാൻ കൊതിച്ചിട്ട് എല്ലാവരും, ഇനി അധികം നീട്ടൂല, ചുരുക്കാൻ തരയില്ല. നമ്മളിപ്പോൾ സെക്രട്ടറി പറയും ഇടയ്ക്കാകാനുള്ള നേരമില്ല, സമയം തന്നെ ഒരുപാടായില്ല. ഒന്നാമത് ഇന്ന് നോമ്പ് ക്ഷീണമൊക്കെ ഉണ്ട്. മാത്രമല്ല സമയം എന്തായിട്ട് പോകുമ്പോൾ ഏകദേശം സമയം അടുപ്പിച്ചായല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബക്കറ്റ് നിങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാവരും നല്ല രീതിയിലുള്ള സംഖ്യകൾ നൽകണം കേട്ടോ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. വിഷയത്തിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ട, ഞാൻ കുറച്ചുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തോ ആവട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുടെ മുത്തുനബി നമ്മളെ സമാധാനിപ്പിക്കും. നമ്മളെ സമാധാനിപ്പിച്ചിട്ട് ഉടനെ അള്ളാഹുടെ മുത്തുനബി അള്ളാഹുടെ മുമ്പിലേക്ക് ചെല്ലും. നമ്മൾ അവിടെ നിർത്തിയിട്ട് റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലും. എന്തിനാണെന്നറിയോ? ഫാത്തിമ ബീവിയെ കുറിച്ച് റബ്ബിനോട് പറയാനല്ല, ആയിഷ ബീവിയെ കുറിച്ച് റബ്ബിനോട് പറയാനല്ല, മറിച്ച് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമുദായത്തിന് വേണ്ടി ശബ്ദിക്കാൻ, നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ അള്ളാഹുടെ മുത്തുനബി അവിടെ ചെല്ലും റബ്ബിന്റെ മുമ്പിൽ. അപ്പൊ ഉടനെ റബ്ബ് ചോദിക്കും, എന്തേ മുഹമ്മദ് നബിയെ അവിടത്തെ ആവശ്യം? അവിടെ നിന്ന് എന്ത് ചോദിച്ചാലും ഇന്ന് നിർവഹിച്ചു തരും. എന്താണ് അവിടത്തെ ആവശ്യം? അള്ളാഹുടെ മുത്തുനബി അവിടെ നിന്നുകൊണ്ട് നമ്മളെ ചൂണ്ടുന്നു. എന്നിട്ട് റബ്ബിനോട് പറയുന്നു, അല്ലാ ഇന്നഹും ളുഅഫാ യഫ്തലിഹൂന മുദ്നിബൂൻ ഖായിഫൂൻ. എന്റെ ഉമ്മത്തീങ്ങളെ കണ്ടോ അല്ലാ, ഒരു തുള്ളി വെള്ളം നീ ഇതുവരെ അവർക്ക് കൊടുത്തിട്ടില്ല, ഒരു തുണ്ട് ഭക്ഷണം നീ ഇതുവരെ അവർക്ക് കൊടുത്തിട്ടില്ല. അവരാകെ പേടിയിലാണ്, അവരാകെ ഭയത്തിലാണ്. നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യം അവർക്കില്ല. അതുകൊണ്ട് നിന്റെ മുമ്പിൽ അവരെ വിളിച്ചു നിർത്തരുതേ അല്ലാ. അള്ളാഹുടെ മുത്തുനബി റബ്ബിനോട് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഉടനെ അള്ളാഹു നിലപാടറിയിക്കുന്നു, മുഹമ്മദ് നബിയെ അവിടുന്ന് എന്ത് ആഗ്രഹിക്കുന്നുവോ അതൊക്കെയും ഇന്ന് നടത്തിത്തരും, ഉറപ്പാ. പക്ഷേ ഇതുമാത്രം പറ്റില്ല. ലാ ബുദ്ദലിൽ അർള്, അങ്ങയുടെ സമുദായ മക്കളെ നമ്മുടെ മുമ്പിൽ വെളിവാക്കാതെ രക്ഷയില്ല. സമുദായ മക്കളെ നമ്മുടെ മുമ്പിൽ വെളിവാക്കാതെ രക്ഷയില്ല. അതുകൊണ്ട് മുഹമ്മദ് നബിയെ സമുദായ മക്കളെ നമ്മുടെ മുമ്പിൽ ഒന്ന് വെളിവാക്കുക. അല്ലാഹുവിന്റെ മുത്തുനബി മടങ്ങി വരൂല. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി വീണ്ടും യാചിക്കുന്നു. ഇന്നഹും ളുഅഫാ യഫ്തലിഹൂന മുദ്നിബൂന ഖായിഫൂൻ. പടച്ചവനെ, എന്റെ ഉമ്മത്തീങ്ങളെ വെളിവാക്കരുതേ അല്ലാ. ഉടനെ റബ്ബ് അതേ നിലപാട് തന്നെ കടുപ്പിക്കും. മുഹമ്മദ് നബിയെ, അങ്ങയുടെ സമുദായത്തിന്റെ ഹിസാബ് വേണമെങ്കിൽ എളുപ്പമാക്കി തരാം, വേഗത്തിലാക്കി തരാം, പക്ഷേ വെളിവാക്കാതെ തരമില്ല. അല്ലാഹുവിന്റെ മുത്തുനബി മറൂല.
3 പ്രാവശ്യം നമുക്ക് വേണ്ടി റബ്ബിനോട് കെഞ്ചും. പ്രിയപ്പെട്ടവരെ, ഒന്നോർത്ത് നോക്കുക. ഒരു ബാപ്പ സഹായിക്കാനില്ല, ഒരു ഉമ്മ സഹായിക്കാനില്ല, ഒരു കുടുംബക്കാരെ നോക്കാനില്ല. പക്ഷേ സ്നേഹനിധിയായ ഓമന നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി 3 തവണ അല്ലാഹുവോട് യാചിക്കും, എനിക്കും നിങ്ങൾക്കും വേണ്ടി. അവസാനം റബ്ബ് അതേ നിലപാട് തന്നെ കടുപ്പിച്ച് പറയുമ്പോ മുത്തുനബി 4ാമത് മറ്റൊരു രീതിയിൽ റബ്ബിനോട് പറയേ, ഇഅ്ദല്ലി ഹത്താ അദ്ഹബ ആദമാ. പടച്ചവനെ, ഞാനൊന്ന് മനുഷ്യപിതാവായ ആദം നബിയെ കണ്ടിട്ട് വരട്ടെ. ആദം നബിയെ കണ്ടിട്ട് വരുന്നത് വരെ എന്റെ ഉമ്മത്തീങ്ങളെ വെളിവാക്കരുതേ അല്ലാ. അവരെ നിന്റെ മുമ്പിൽ നിർത്തരുതേ അല്ലാ. അല്ലാഹു അനുവാദം കൊടുക്കും. അങ്ങ് പറയുന്നതൊക്കെ അംഗീകരിക്കും. ഇതൊഴിച്ച് പൊയ്ക്കോളാൻ പറയും. മുത്തുനബി പോവും നമുക്ക് വേണ്ടി. ശഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി പോയി അത്രയും ജനകോടികൾക്കിടയിൽ നിന്ന് കഷ്ടപ്പെട്ട് ആദം നബിയെ തെരഞ്ഞുപിടിക്കും. എന്നിട്ട് ആദം നബിയോട് ചോദിക്കും, ആദം നബിയെ, നിങ്ങൾ എന്റെ സമുദായ മക്കളെ കണ്ടോ? കണ്ടു. അവരെ വാപ്പങ്ങളല്ലേ? അതെ, വാപ്പയാ ഞാൻ. വാന നബിയുഹും. മുത്തുനബി പറയും, ഞാൻ അവരെ നബിയാ, നിങ്ങൾ അവരെ വാപ്പയാ. അപ്പൊ നിങ്ങൾക്ക് അവരോട് സ്നേഹമില്ലേ? പിന്നെ മക്കളാവുമ്പോ വാപ്പാക്ക് സ്നേഹം ഇല്ലാതിരിക്കോ? മുഹമ്മദ് നബിയെ, എനിക്ക് അവരോട് സ്നേഹമുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ആദം നബിയാകുന്ന എന്റെ മക്കളെ പിതാവേ, നിങ്ങളോടൊരു കാര്യം പറയാനാ ഞാൻ വന്നത്. എന്താ മുഹമ്മദ് നബിക്ക് പറയാനുള്ളത്? പറയാൻ പറയും. അല്ലാഹുവിന്റെ മുത്തുനബി നമ്മളെ ചൂണ്ടും, എന്നെയും നിങ്ങളെയും ചൂണ്ടിയിട്ട് പറയും, കണ്ടോ നിങ്ങളെ മക്കൾ നിൽക്കുന്നത്? എന്റെ സമുദായം, നിങ്ങളെ മക്കള് ഇന്നഹും ദുഅഫാ യഫ്തലിഹൂന മുദ്നിബൂന. പേടിച്ചരണ്ട് നിൽക്കേ, തകർന്ന് തരിപ്പണമായി നിൽക്കേ. അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യമില്ലാതെ അവരൊരുപാട് തെറ്റ് ചെയ്തതിന്റെ പേരിൽ കണ്ണുനീരൊലിപ്പിച്ച് തകർന്നു നിൽക്കേ. അതുകൊണ്ട് ആദം നബിയെ, ബാപ്പയാകുന്ന നിങ്ങളും അവരെ പ്രവാചകനാകുന്ന ഞാനും, ഞാൻ ഒറ്റക്കെടുത്ത പൊന്തൂല. അതുകൊണ്ട് അങ്ങളെ മുമ്പിൽ വന്നത്. നമുക്ക് 2 പേർക്കും കൂടി ഒരു തീരുമാനം എടുക്കാം. എന്നിട്ട് ഈ മക്കൾ നമുക്ക് വെറുതെ വിടാം. പാവം, അവരെ കരയിക്കണ്ട, അവര് പൊയ്ക്കോട്ടെ. ഇത് ആരാ പറയണത് പ്രിയപ്പെട്ടവരെ? നമ്മളെ വാപ്പല്ല, നമ്മളെ ഉമ്മല്ല, നമ്മുടെ ഭാര്യയല്ല, നമ്മുടെ ഭർത്താവല്ല, നമ്മുടെ ഉസ്താദല്ല, നമ്മുടെ ഓമന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് വിവരിക്കുക. സ്വഹാബത്ത് കരഞ്ഞു പോകുന്ന തരത്തിൽ പറയേ, ആർക്കാ നബിയെ സ്നേഹിക്കുന്നവർക്ക് കരച്ചിൽ വരാതിരിക്കുക? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മുത്തുനബി പറയാ, നമുക്ക് 2 പേർക്കും കൂടി ഒരു കാര്യം ചെയ്യാം. ഈ കരയുന്ന പാവപ്പെട്ട നമ്മുടെ സമുദായ മക്കളെ നമുക്ക് വെറുതെ വിടാം. അവരെ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് വെളിവാക്കണ്ട. പകരം ഇന്നാ നഖ്സിമു ദുനൂബഹും ഇന്നാ നഖ്സിമു ദുനൂബഹും. ഇത് എന്തൊരു വാക്കാണ് സഹോദരാ, ഇതെന്തൊരു വാക്കാണുമ്മ. ഈ ആരോമൽ നേതാവിനെ മറക്കല്ലേ ഉമ്മ, ഈ നേതാവിനെ വഞ്ചിക്കല്ലേ സഹോദരാ. കഴിയും പോലെ സ്വലാത്ത് കൊണ്ടെങ്കിലും ആ സ്നേഹമൊന്ന് അറിയിക്ക് പ്രിയപ്പെട്ടവര്. അവിടുന്ന് ആദം നബിയോട് പറയേ, ഇന്നാ നഖ്സിബു ദുനൂബഹും. ഈ സമുദായ മക്കൾ ചെയ്ത എല്ലാ പാപഭാരങ്ങളും അവരെ ബാപ്പയായ നിങ്ങളും അതുപോലെ അവരെ നബിയാകുന്ന ഞാനും കൂടി ചേർന്നിട്ട് നമുക്ക് 2 പേർക്കും പകുതി പകുതി നമ്മുടെ പിരടിയിലായിട്ടെടുക്കാം. അവര് ചെയ്ത പാപഭാരം നമുക്ക് ചുമക്കാം. അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് അവർക്ക് വേണ്ടി വെളിവാകാം. അവരെ നേതാക്കൾക്ക് അതിനുള്ള അവസരം, അവകാശം അല്ലാഹു തന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് റബ്ബിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ചോദ്യങ്ങളെ നമുക്ക് നേരിടാം. അതിന്റെ പേരിൽ അല്ലാഹു തരുന്ന ഏത് ശിക്ഷയും വേദനയും നമുക്ക് ഏറ്റുവാങ്ങാം. ഈ മക്കളെ നമുക്ക് വെറുതെ വിടാ. ആ പാവങ്ങളങ്ങ് സ്വർഗത്തിലേക്ക് പൊക്കോട്ടെ. അവരെ നമുക്ക് വെറുതെ വിടാം പാപ്പാ. അതുകൊണ്ട് നമുക്ക് 2 പേർക്കും കൂടി സമുദായത്തിന്റെ പാപഭാരം ചുമലിലെടുക്കാം. അല്ലാഹുവിന്റെ മുത്തുനബി പറയുമേ ഉമ്മ, അല്ലാഹുവിന്റെ മുത്തുനബി പറയും സഹോദരാ, ഇതുപോലൊരു മഹാനായ നേതാവിന് റബ്ബ് തരുമ്പോ അതിനേക്കാളും വലിയ സൗഭാഗ്യം വേറെ ഏതാ? അഹ്യാ റബീഅൽ ഖൽബി സഹറുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി മാലി സിവാഹു ബിലദൈക വസീലത്തു
فامنن علي بفضل جودك سعدي. ഉടനെ ആദം നബിക്ക് അത്ഭുതപ്പെട്ടുകൊണ്ട് പരിഭ്രമിച്ചുകൊണ്ട് നബിയോട് പറയേ, മുഹമ്മദ് നബിയേ, എന്റെ മക്കളെ ഓർക്കാൻ ഇപ്പൊ എനിക്ക് നേരമില്ല, അവരെ ഭാരം ചുമക്കാൻ എനിക്കിപ്പോ സമയമില്ല. കാരണം എന്തെന്നറിയുമോ, അള്ളാഹുവിന്റെ മുമ്പിൽ വലിയൊരു പ്രശ്നത്തിന്റെ പിടിയിലാ ഞാൻ. നിങ്ങളെ ഖുർആനിൽ എന്നെ കുറിച്ച് റബ്ബ് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, ഫഅസ്വാ ആദമു റബ്ബഹു ഫഗവാ. കേവലം സ്വർഗത്തിൽ വെച്ച് തിന്നരുതെന്ന് പറഞ്ഞ ഒരു പഴക്കനി ഞാൻ തിന്നതിന്റെ പേരിൽ അള്ളാഹു എന്നെ കുറിച്ച് നടത്തിയ ഒരു പരാമർശമാണ് ഫഅസ്വാ ആദമു റബ്ബഹു ഫഗവാ. ഇത് നിങ്ങളെ ഖുർആനിൽ മാത്രമല്ല, മറ്റു 3 വേദഗ്രന്ഥങ്ങളിലും ഇതേ പ്രയോഗം തന്നെ അള്ളാഹ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അള്ളാഹു എനിക്കെതിരെ എന്ത് നിലപാടെടുക്കുമെന്നറിയാതെ ഞാനാകെ ഭയത്തിലാണ്. ഇതിനിടയിൽ എന്റെ മക്കളെ നോക്കാൻ എനിക്ക് നേരമില്ല. അള്ളാഹുവിന്റെ മുത്തുനബിക്ക് സങ്കടം വരുന്നു, ആദം നബി കൈയൊഴിയുന്നു. ഉടനെ നമ്മെ ഓർത്തുകൊണ്ട് വേറെ മാർഗങ്ങളില്ലാതെ അള്ളാഹുവിന്റെ മുത്തുനബി ശറഫാക്കപ്പെട്ട 2 കൈകളുടെ വിരലുകളെയും കോർത്ത് പിടിക്കുന്നു. കോർത്ത് പിടിച്ചുകൊണ്ട് വേദനിച്ചവന്റെ അടയാളം പോലെ ആ 2 കൈകളും അങ്ങനെ തന്നെ അവിടത്തെ ശറഫാക്കപ്പെട്ട തലയിൽ വെക്കുന്നു. ആ മസ്റയിൽ അങ്ങനെ ഇരുന്നു പോകുന്നു. ഉടനെ റബ്ബിന്റെ നിർദ്ദേശം വരും, ജിബ്രീലേ, മുഹമ്മദ് നബിയോട് ചോദിക്കുക, ആദം നബിയെ കണ്ടോന്ന്. ആദം നബിയെ കണ്ടെങ്കിൽ ഉമ്മത്തികളെ കൊണ്ടുവരാൻ പറ. മുത്തുനബിയോട് വന്നിട്ട് പറയും, മുത്തുനബി ഉടനെ പറയും, മക്കളെ, അള്ളാഹുടെ മുമ്പിൽ വെളിവാകാതെ രക്ഷയില്ല. നമ്മൾ കരയും. മുത്തലിക്ക് കരയുന്നൊക്കെ ഇങ്ങനെ എളുപ്പത്തിൽ പറയുന്ന കരച്ചിലല്ല, അണപൊട്ടിക്കരയും. മരിക്കാൻ ഓരോ സെക്കൻഡിൽ നമ്മൾ കൊതിക്കും. കാരണം എന്റെ രാത്രികൾ അറിയുന്ന എന്റെ അള്ളാഹ്, എന്റെ പകലുകൾ അറിയുന്ന എന്റെ അള്ളാഹ്, അവന്റെ ചോദ്യശരങ്ങളുടെ മുമ്പിൽ ഞാൻ എന്ത് മറുപടി പറയും? ആർക്ക് പറയാൻ ധൈര്യം? ആർക്കെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ആർക്കും ഇല്ല. അള്ളാഹു ഈ മജ്‌ലിസിലിരുന്ന് വേദനിക്കുന്നവരെ മാനിച്ചുകൊണ്ട് നമ്മെ സലാമത്താക്കുമാറാകട്ടെ. ചെറിയ ലോകമല്ല പ്രിയപ്പെട്ടവരെ. ഉടനെ നബി തങ്ങൾ പറയും, ഞാൻ ഉണ്ടാവും മക്കളെ, വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയി നിർത്തും. നമ്മൾ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യ വിഭാഗത്തെയും അല്ലാഹു തആല നിറയ്ക്കും. എത്ര പേരുണ്ടാവും എന്നറിയോ? നാളത്തെ മഹ്ശറയിൽ സാഹിറയിൽ അണിയണിയാക്കി നിർത്തും. അതിനാ നമ്മളെ ഇപ്പോഴേ ആനച്ചൽ പള്ളിയിൽ സഫ് കെട്ടി നിസ്കരിക്കാനുള്ള പഠിപ്പിക്കുന്നത്. എന്താ അതിന്റെ കാരണം? അതിന് പല കാരണം ദുന്യവിയായിട്ടുണ്ട്. സഫിൽ നിന്ന് തെറ്റരുത് എന്നാൽ ജീവിതത്തിൽ തെറ്റും. ഒറ്റയ്ക്ക് പോയി മാറിക്കരുത് എന്നാൽ ജീവിതത്തിൽ ഒറ്റപ്പെടും. അപ്പൊ അതുകൊണ്ട് ആ സഫ് കെട്ടി കൃത്യം നിൽക്കാൻ പറയാം. അതിന്റെ ഏറ്റവും മർമ്മപ്രധാനം അള്ളാഹുടെ മുമ്പിൽ നിൽക്കേണ്ടത് അങ്ങനെ തോളോട് തോളൊരുമി എങ്ങനെ നിൽക്കണം റബ്ബിന്റെ മുമ്പിൽ. അതിനാ ഇപ്പോഴേ നമ്മളതൊക്കെ പഠിപ്പിക്കുന്നത്. അങ്ങനത്തെ സഫ് നാളെ അള്ളാഹുടെ മുമ്പിൽ എത്ര ഉണ്ടെന്ന് അപ്പോഴൊന്നും അള്ള വെളിവാകൂല. അള്ള വെളിവാകണേ കാലം കറേ കഴിയണം പ്രിയപ്പെട്ടവരെ. അള്ള എത്ര സഫ് ഉണ്ടാവും എന്നറിയോ? നമ്മൾ മൊത്തം 120 സഫ് ഉണ്ടാവും. മൊത്തം 120 സൊഫ്. ഈ സൊഫിനകത്ത് ഈ ജനബാഹുല്യം കംപ്ലീറ്റ് ഉൾപ്പെടും. ഈ നമ്മൾ ആനച്ചൽ പള്ളിയുടെ സൊഫ് വെച്ച് കൂട്ടൽ കേട്ടോ. ഒരു സൊഫിന്റെ നീളം ഒരറ്റത്ത് നിന്ന് തുടങ്ങിയാൽ മറ്റേ അറ്റത്ത് ചെന്ന് തീരണമെങ്കിൽ 40 വർഷം യാത്ര ചെയ്യണം. അതൊരു സൊഫിന്റെ നീളം. ഒരു സൊഫിന്റെ വീതി ഒരറ്റത്തും തുടങ്ങി മറ്റേ അറ്റത്ത് ചെന്ന് തീരണമെങ്കിൽ 20 വർഷം യാത്ര ചെയ്യണം. ഇതൊരു സൊഫിന്റെ വീതി. ഇങ്ങനെ 120 സൊഫ് ഉണ്ടാവും നാളെ മനുഷ്യകുലം മുഴുവനുമായി റബ്ബിന്റെ മുമ്പിൽ. ബാക്കി പിന്നെ ഇതിനകത്ത് ഇങ്ങനെ കുത്തി നിറയ്ക്കുക അല്ലാഹു. ഇനി ഇതിനേക്കാളും വലിയ രസം കേൾക്കണോ? രസമല്ലത്, ഇതിനേക്കാളും ഗൗരവം ഈ 120 സൊഫിൽ നിന്ന്. പിന്നെ യജൂജ് മജൂജൊക്കെ ഇതിന്റെ ഉള്ളിൽ പെടും എന്നുള്ള ഒരു സമാധാനം ഈ ബാഹുല്യം വെച്ചിട്ട് നമുക്ക് വിലയിരുത്താമെന്നേ ഉള്ളൂ. ഈ 120 സൊഫിൽ നിന്ന് 3 സൊഫ് മാത്രം സ്വർഗത്തിൽ. വെറും 3 സൊഫ്. ഈ 120 സൊഫിൽ നിന്ന് 3 സൊഫ് മാത്രം സ്വർഗത്തിൽ. ആ 3 സൊഫിൽ എവിടെയെങ്കിലും അല്ലാഹു നമുക്ക് ഇടം തന്നിട്ടില്ലെങ്കിൽ പെട്ടു. ബാക്കി 117 വലഖദ ദറഅനാ ലജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. ബാക്കി 117 സ്വപ്പം നരകത്തിലാ പ്രിയപ്പെട്ടവരെ. ആ മസ്റയിൽ എത്ര കൊല്ലം നിൽക്കേണ്ടി വരുമെന്നറിയുമോ? 50,000 കൊല്ലം നിന്നേ പറ്റൂ. 50,000 കൊല്ലം. അത് കഴിഞ്ഞിട്ട് തന്നെ സ്വർഗമുള്ളൂ.
അത് കഴിഞ്ഞിട്ട് ഇനി രക്ഷയുള്ളൂ. 50,000 കൊല്ലം ഒരേ നൃത്തം നിൽക്കണം. ഈ 50,000 കൊല്ലത്തിനിടയിൽ ഒരു തുള്ളി വെള്ളം എന്റെ ഉമ്മ കൊതിക്കല്ലേ ഉമ്മ. ലാ യസ്റബൂന വലാ യഅകുലൂൻ വലാ യൻളുറുല്ലാഹു ഇലൈഹിം ബിർറഹ്മാ. ഭക്ഷണം പോയിട്ട് വെള്ളം പോയിട്ട് ഒരു കരുണയുടെ നോട്ടം പോലും റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കരുതെന്ന് നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന 50,000 കൊല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, ആലോചിച്ച് നോക്കിക്കേ. ആ കൊല്ലത്തിനിടയിലാ സൂര്യനെ അല്ലാഹു തആല കത്തിച്ചു പോക്കുക. ആ സൂര്യന് മുമ്പ് ജിബ്രീലിനെ വിചാരണയും ഐന ജിബ്രീൽ ചോദിക്കേ, എവിടെടോ ജിബ്രീൽ? ഈ വിളി കേൾക്കുന്നത് വരെ, ഈ വിളി കേൾക്കുന്നതോടുകൂടി ജിബ്രീൽ എന്ന മലക്കുണ്ടല്ലോ, നമ്മൾ മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജിബ്രീലിന്റെ ബഖീൽ ഉറക്കത്തിൽ വെച്ച് നബി തങ്ങൾ ജിബ്രീലിനെ കാണാൻ ഇങ്ങനെ കൊതിച്ചിട്ട് ജിബ്രീൽ അങ്ങനെ വെളിവായി വെളിവായി ജന്നത്തുൽ ബഖീൽ ഉറക്കതൊക്കെ നിറഞ്ഞ് കവിഞ്ഞു. എന്നിട്ട് ജിബ്രീൽ പറയാ, എനിക്ക് വെളിവായി സ്ഥലമില്ല മുത്തുനബിയാണ്. മുത്തുനബിക്ക് ബോധം മിന്നിപ്പോയി ആ ജിബ്രീലിന്റെ ബാഹുല്യത. ഈ ജിബ്രീലിനെ അള്ള വിളിക്ക് നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ജിബ്രീൽ അള്ളാടെ മുമ്പിൽ വരും. എങ്ങനെ വരണമെന്നറിയോ? വെള്ളത്തിൽ വീണ പൂച്ചക്കുട്ടി വിറവിറക്കുന്നത് പോലെ റബ്ബിന്റെ മുമ്പിൽ വന്നേക്കും. അള്ള വിചാരണ തുടങ്ങേ, അള്ള അമാനത്തിനെ സംബന്ധിച്ച് ചോദിക്കും. ജിബ്രീൽ വിറവിറച്ചുകൊണ്ട് റബ്ബിനോട് പറയും, പടച്ചോനെ ഞാനത് മീക്കായിലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കേൾക്കുന്നതോടുകൂടി റബ്ബ് പറയും, സ്വതക്കത്ത, നീ പറഞ്ഞത് സത്യമാ, പൊക്കോ എന്നിങ്ങനെ പറയുന്നതോടുകൂടി ജിബ്രീലിന് ഒരു തുള്ളിച്ചാട്ടുണ്ട് മനസ്സ്. നമ്മൾ ഒരു അലങ്കാര പ്രയോഗം അവിടെ വെച്ച് ഇങ്ങനെ കളിക്കുന്നല്ല, ഒരു തിരിഞ്ഞുകൊണ്ട് ഒരു പറച്ചിലുണ്ട്. അൽഹംദുലില്ലാ 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 അല്ലദീ സല്ലമനി മിനൽ ഹിസാബ്. ഓ, എന്നെ പടച്ച നാളെ മുതൽ ഇതുവരെയും ഈ ഒരൊറ്റ ദിവസത്തെ, ഈ ഒരൊറ്റ നേരത്തെ, ഈ ഒരൊറ്റ ചോദ്യത്തെ ഞാൻ പേടിച്ച് കഴിയായിരുന്നു. എളുപ്പത്തിൽ അതെനിക്ക് തീർത്തു തന്ന എന്റെ റബ്ബിന് സ്തുതി. ഇനി എനിക്ക് പേടിക്കാനില്ല എന്ന് പറഞ്ഞ് ജിബ്രീൽ ഒരു പോക്കുണ്ട്. ഹിസാബ് കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ജിബ്രീലിന്റെ പേടി, ആ ഒരൊറ്റ ചോദ്യത്തിന് ഞാൻ എന്ത് മറുപടി പറയും, എന്താകും എന്നോടുള്ള ചോദ്യം എന്നുള്ള പേടിയിൽ നിൽക്കേ. മീകായിലിനെ വിളിക്കും, ഇസ്രാഫീലിനെ വിളിക്കും, അസ്രായേലിനെ വിളിക്കും. ഇതൊക്കെ നമ്മൾ കാണേ. അവസാനം ലൗഹുൽ മഹ്ഫൂദിനെ ഏൽപ്പിച്ചതറിയില്ല, ലൗഹുൽ മഹ്ഫൂദിനെ കൊണ്ടുവരും. അതിനെയും അല്ല വിചാരണയും. അതെല്ലാം കഴിഞ്ഞിട്ടാ പിന്നെ സൂര്യനെ കൊണ്ടുവരും. ഇത് ഓരോ ഭാഗം തീർത്തിട്ട് സൂര്യനെ കൊണ്ടുവരും. നമ്മൾ അപ്പോഴിങ്ങനെ വിയർത്തിക്കേ സൂര്യനെ കൊണ്ടുവന്നിട്ട് സൂര്യനോട് ചോദിക്കും, യാ ശംസ് ഹൽ അൻതി അമർതി ഇബാദി ലിസുജൂദിൻ ലക്കി, എന്റെ അടിമകളോട് നിന്നെ ആരാധിക്കണമെന്ന് നീ കൽപ്പിച്ചോ? സൂര്യനോട് ചോദിക്കും. നബി പഠിപ്പിക്കേ, ഫതഖിറു സാജിദ, സൂര്യൻ വിറവിറച്ചുകൊണ്ട് സുജൂദിൽ വീഴും റബ്ബിന്റെ മുമ്പിൽ. എന്നിട്ട് പറയും, പടച്ചവനെ, എന്നെ നീ പടച്ച ഭ്രമണപഥത്തിൽ നിന്ന് ഇഞ്ച് പോലും ഞാൻ വ്യതിചലിച്ചിട്ടില്ല. അങ്ങനെ പോലും നിന്നോട് അനുസരണക്കേട് കാണിക്കാത്ത ഞാൻ എങ്ങനെ നിന്റെ മനുഷ്യരാകുന്ന അടിമകളെ എന്നെ ആരാധിക്കാൻ പറയാ? ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല പറയും, സ്വതഖത്തി, നീ പറഞ്ഞത് സത്യമാ. എന്നിട്ട് ജിബ്രീലിനോട് പറയും, ജിബ്രീലേ, ഈ സൂര്യന് 70 ഇരട്ടി ശക്തി കൊടുത്തിട്ട്, ഇന്നത്തെ സൂര്യന്റെ 70 ഇരട്ടി പവർ കൊടുത്തിട്ട് മനുഷ്യന്റെ തലയ്ക്ക് മുകളിൽ കത്തിച്ചു പോക്കാൻ അപ്പോഴാ അല്ലാഹ് നിർദ്ദേശം നൽകുക. അപ്പൊ തന്നെ ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാകും. ഇന്നത്തെ സൂര്യന്റെ 70 ഇരട്ടി ചൂട് കൊടുത്തിട്ട് ഈ സൂര്യനെ 70,000-ഓളം സിമാമുകളിലൂടെ, കടിഞ്ഞാണുകളിലൂടെ ഈ സൂര്യനെ മനുഷ്യന്റെ തലയ്ക്ക് മുകളിൽ കത്തിച്ചു പോക്കും. അല്ലാഹുവിന്റെ മുത്തനബി പറഞ്ഞത് അടിസ്ഥാനത്തിൽ ലൗ നാലൽ അബ്ദു യദഹു ലനാലഹ, ഒരു മനുഷ്യൻ അവന്റെ കൈത്തലമെങ്ങാനും ഒന്ന് ഉയർത്തി പിടിച്ചാൽ അവന്റെ കൈയിന്റെ സത്ത പോയിട്ട് ആ സൂര്യനിൽ തട്ടുമാറ് മനുഷ്യന്റെ അടുത്തേക്ക് ഈ സൂര്യനെ അല്ലാഹ് കത്തിച്ചു പോക്കും. പിന്നെ ഒരു നിർത്തമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര. അവിടെ മനുഷ്യൻ ഭൂമിയിൽ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് നിർഗളിച്ച വിയർപ്പുകൾ ഒന്നാകെ പുനഃസൃഷ്ടിക്കപ്പെടും. അവിടെ അവളെ ജീവൻ മാത്രമല്ല പുനഃസൃഷ്ടിക്കുക, തെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ശരീരത്തിൽ നിന്ന് ഒഴുകിയ വിയർപ്പുകൾ കംപ്ലീറ്റ് അല്ലാഹു തആല അവിടെ പുനരാവിഷ്കരിക്കും. ഈ വിയർപ്പുകൾ പ്രത്യേക വർണ്ണങ്ങളിൽ, ഈ വിയർപ്പുകൾ പ്രത്യേക ഗന്ധങ്ങളിൽ, ഈ വിയർപ്പുകൾ പ്രത്യേക ദുർഗന്ധങ്ങളിലായി ശരീരങ്ങളിൽ നിന്ന് അവർ നിൽക്കുന്ന സ്ഥലം മാത്രം കയം തീർത്ത് ചിലർ വിയർപ്പിൽ മുങ്ങി കുളിക്കും, ചിലത് വലിയ കയമായി മാറും, ചിലത് കഴുത്തുവരെ വിയർക്കും എന്നൊക്കെ പറയാറില്ലേ? അക്കൂട്ടത്തിൽ വലിയ വലിയ മഹത്തുക്കളുണ്ട്. കാൽപാദം പോലും നനയാത്ത മഹാരഥന്മാർ, കാലിന്റെ അടിഭാഗത്ത് പോലും വിയർപ്പ് വരാത്ത മഹാരഥന്മാർ, അതിന് മാത്രം അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ച വലിയ വലിയ മഹത്തുക്കൾ. നഫീസത്തുൽ മിസ്രിയമാരെ പോലെ, റാബിയത്തുൽ അദബിയമാരെ പോലെ, മൈമൂനത്തുൽ ഹിമ്മസിയമാരെ പോലെ, മഅറൂഫുൽ കിർഹിമാരെ പോലെ, സുഹദൂറുൽ മജ്റൂൻമാരെ പോലെ, മുഹ്ലൂലുൽ മജ്റൂൻമാരെ പോലെ, ഹസനുൽ ബസരി തങ്ങളെ പോലെ, സൗദൂറുൽ മജ്റൂൻ തങ്ങളെ പോലെ, സിദ്ദിയു സിഖത്തിമാരെ പോലെ, ഉവൈസുൽ ഖർലിമാരെ പോലെ ഒരുപാട് ഒരുപാട് മഹാരഥന്മാരും നാളെ സ്വർഗത്തിന്റെ രാജാക്കന്മാരായ ഗണത്തിലുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മളോ, നമ്മൾ സ്വയം ആലോചിക്കുക.
നമ്മൾ ചിന്തിക്കുക. പിന്നെ ഇനി കിടക്കണേ ഉള്ളു വിവരിക്കാൻ. അപ്പോഴും നമ്മളിലേക്ക് എത്തിയിട്ടില്ല. പിന്നെയാ നമ്മളെ വീട്ടിലൊക്കെ ജീവിക്കുന്ന ജീവികളൊക്കെ കൊണ്ടുവന്നൊരു വിചാരണ, അതുമൊക്കെ കഴിയണം നമ്മളിലേക്ക് എത്താൻ. അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ വിചാരണ ചെയ്യും. അവരെന്താ വിചാരണ? അല്ല ചോദ്യം ചെയ്യല്ല. ഇവിടെ വെച്ച് മറ്റൊരു ജീവി ആക്രമിച്ച ജീവി ഏതാണോ ആ ജീവി, ആ നിരപരാധിയായ ജീവിക്ക് അല്ല കൊമ്പ് കൊടുക്കും. പല്ലുകൊണ്ട് കടിച്ചെങ്കിൽ ആ നിരപരാധിയായ ജീവിക്ക് പല്ലു കൊടുക്കും. എന്നിട്ട് പറയും തിരിച്ചു കടിക്കാൻ പറയും. നീതിയല്ലേ അല്ലാടെ ഭരണം, അല്ലാടെ ലോകം. അങ്ങനെ തിരിച്ചു കടിച്ചു കുത്തേണ്ടടുത്ത് തിരിച്ചു കുത്തും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ജീവജാലങ്ങളോടൊക്കെയും പറയും മണ്ണായി മാറാൻ. ഇതിനൊക്കെ മണ്ണായി മാറാൻ പറയുമ്പോ ഇവകളൊക്കെയും അവിടെ വെച്ചുകൊണ്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഉടനെ നമ്മൾ ആ ജീവികളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ അൽഹംദുലില്ലാ പറയണം? നിങ്ങൾക്ക് എന്ത് നേട്ടോ കിട്ടിയത്? നിങ്ങൾ അവിടെ വെച്ച് കുത്തിയതിന് തിരിച്ചു കുത്തി, അവിടെ വെച്ച് കടിച്ചതിന് തിരിച്ചു കടിച്ചു. ഇനി നിങ്ങളെ മണ്ണാക്കി കളയല്ലേ? ഇനി എന്തിനാ നിങ്ങളെ ഹംദ് പറയാൻ മാത്രം എന്ത് ഗുണം നിങ്ങൾക്ക് കിട്ടിയെന്ന് ചോദിക്കുമ്പോ അവര് നമ്മളോട് തിരിച്ചു പറയും, നിങ്ങളിലേക്ക് നോക്കിയിട്ടാ ഞങ്ങള് ഹംദ് പറഞ്ഞത്, നിങ്ങളിലേക്ക് നോക്കിയിട്ടാ ഞങ്ങള് ഹംദ് പറഞ്ഞത്. സ്വർഗം കിട്ടാതിട്ടല്ല, സ്വർഗം കിട്ടിയതിന്റെ പേരിലല്ല, മറിച്ച് ഞങ്ങള് ഹംദ് പറയാനുള്ള കാരണം മനുഷ്യരെ നിങ്ങളെ ഓർത്തിട്ടാ. കാരണം നിങ്ങളെപ്പോലെ ഞങ്ങളെ അല്ലാക്കിയില്ലല്ലോ. നിങ്ങൾക്കിനി ഒരു വിചാരണയുണ്ട്. നിങ്ങളെ ഒറ്റക്കൊറ്റയ്ക്ക് അല്ലാഹു പിടിച്ചു നിർത്തുന്നു ഒരു വിചാരണയുണ്ട്. ആ ഭീകരമായ ഘട്ടം അത് അതിഭീകരമാണ്. ആ ഒരു ഘട്ടം നിങ്ങളെപ്പോലെ അല്ല ഞങ്ങൾക്ക് തന്നില്ലല്ലോ. അതിനാ അല്ലാഹ് ഞങ്ങളെ ശുക്ർ. അപ്പൊ ആലോചിച്ചോക്ക്, അതും കഴിഞ്ഞു അവര് മണ്ണായി മാറും. ആ മണ്ണെടുത്തുകൊണ്ട് കുഫാറുകളിലേക്ക് അല്ലാഹു വലിച്ചെറിയാ മലക്കുകളോട് കൽപ്പിക്കുന്നു. അതിനുശേഷം പിന്നെ വിചാരണ തുടങ്ങുന്നു. പിന്നെ ആ വിചാരണ ഇൻഷാ അല്ലാഹ് നമുക്ക് അവസരം ഉണ്ടെങ്കിൽ പിന്നീട് ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം ഒരുപാടായില്ലേ, നിർത്താതെ തരയില്ല.